യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 25-ാം വാക്യം. വളരെ സമയം പോയി, ഒത്തിരി പോകേണ്ടതാണ്. ദൈവത്തിൽ ഈ വാക്യം ഇൻട്രൊഡക്ഷൻസ് കിട്ടുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 25-ാമത് വാക്യം ഇപ്പോൾ വായിക്കുന്നത്. യെരൂശലേമിൽ ശിമ്യോൻ എന്ന പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ രാത്രി ഞങ്ങൾക്ക് അനുദാനം നൽകിയതോർത്ത് സ്തോത്രം. അവിടുത്തെ അദൃശ്യ സാന്നിധ്യം ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. കാലാവസ്ഥയുടെ പ്രതികൂലമുണ്ടായിട്ടും ശക്തിയും ഇടിയും മഴയും ഒക്കെ ഉണ്ടായിട്ടും മിന്നലുണ്ടായിട്ടും ഈ ജനവിടെ കടന്നു വന്നല്ലോ. നീ ഞങ്ങളെ തള്ളിക്കളയുന്ന ദൈവമല്ലപ്പ. നിന്റെ ദാസന്മാർക്ക്, പ്രിയ മകൾക്ക്, നിന്റെ ദാസന് നിഗ്രഹമായ ഗാനങ്ങൾ ഈ പ്രതികൂലത്തിന് നടുവിലും പാടുവാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു. രാത്രി പരിശുദ്ധാത്മാവ് ഞങ്ങളോട് എന്തൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ പറയണേ. നമ്മുടെ ശക്തി ആവരിക്കണേ. പ്രാർത്ഥനകൾക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൈ ഉയർത്തി വാതും ദൈവത്തിന് സ്തോത്രം പറഞ്ഞാൽ ഞാനിപ്പോൾ ഓർത്തൊരു കാര്യം പറയാം. ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗം തുടങ്ങിയപ്പോൾ മഴയായിരുന്നു. അവിടെ റൂഫിംഗ് ഒന്നുമില്ല, ഒരു സ്റ്റേജിൽ മാത്രം മഴയൊക്കെ ശക്തിപ്പെട്ട ആളുകളുടെ ഇങ്ങനെ ഇല്ല. അതിൻ്റെ ഇടിയും തുടങ്ങി, മിന്നലുമായി. എനിക്കുള്ള കാര്യം ഒന്നും ഇടിയും മിന്നലും അങ്ങോട്ട് ഭയങ്കര ശക്തമായപ്പോൾ ഏതാണ്ട് തീരാറായപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി മൈക്ക് പിടിച്ചുകൊണ്ട് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ നിർത്താൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ പുറകിരുന്നവരല്ല പറഞ്ഞു എന്ന് പറഞ്ഞു. നിർത്താൻ പോവാന്ന് പറഞ്ഞ് ഞാൻ ഈ മൈക്ക് കയ്യിലോട്ട് കൊടുത്തു. ഒരെണ്ണം വാങ്ങത്തില്ല. ഇടിയും മഞ്ഞിലും അതുവരെ അവർ പറഞ്ഞോളെ ഇടിയാന്ന് പറഞ്ഞപ്പോൾ ഒറ്റയാണ്. പാമ്പിനെ കയ്യിലെടുക്കുന്നില്ല, മൈക്ക് വാങ്ങുന്നില്ല. സ്തോത്രം. അപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങളെ ഇടിയും മിന്നലിലും ഇതെല്ലാം വെച്ചോണ്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ജീവനേക്കാൾ എൻ്റെ കർത്താവ് വലിയവനാണ്. ഒന്ന് ശക്തിയോടെ സ്തോത്രം പറഞ്ഞു ദൈവം. അതെ, നമ്മുടെ ജീവനേക്കാൾ നമ്മുടെ കർത്താവാണ് നമുക്ക് പോകാൻ. ഒന്ന് നന്നായി കൈയടിച്ച് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം. യെസ്. യെരൂശലേമിൽ ശിമോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. യെരൂശലേമിൽ അനേക ശിമോന്മാരുണ്ടായിരുന്നെങ്കിലും അവിടെ നിന്നെല്ലാം വ്യത്യസ്തനായ ഒരു മനുഷ്യൻ, ഒരു ശിമോനെ പരിശുദ്ധാത്മാവ് നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. എന്താണ് ഈ ശിമോന്റെ പ്രത്യേകതകൾ? ഒന്ന്, യെരൂശലേമിൽ ചെന്ന് നിങ്ങൾ ശിമോനെ കുറിച്ച് ചോദിച്ചാൽ അവിടെ ആർക്കും അയാളെ അറിഞ്ഞുകൂടായിരുന്നിരിക്കാം. അവിടെ ആർക്കും അയാളെ അറിയത്തില്ലായിരുന്നെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് അയാളെ അറിയാമായിരുന്നു. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ പാർക്കുന്ന വൻപന്മാരുടെ ലിസ്റ്റിൽ, ഉന്നതന്മാരുടെ ലിസ്റ്റിൽ ശിമോന്റെ പേരില്ലായിരുന്നെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ ലിസ്റ്റിൽ അവന്റെ പേരുണ്ടായിരുന്നു. രാത്രി വാഗമണ്ണിൽ ആരാധനയിൽ വചന കേൾവിക്ക് സംബന്ധിക്കുന്ന ദൈവവൈതലേ, ഇവിടുത്തെ വൻപന്മാരുടെ ലിസ്റ്റിൽ നിന്റെ പേരില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ ലിസ്റ്റിൽ എന്റെ പേരുണ്ടെന്ന് തന്റെ ഇടമുള്ള ദൈവമക്കൾ കൈ ഉയർത്തി വാതുറന്ന് കരമടിച്ച് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇത് രാത്രി നമ്മൾ പഠിപ്പാൻ ആഗ്രഹിക്കുന്നത് യെരൂശലേമിലെ ശിമോന്റെ പ്രത്യേകതകളാണ്. ഒന്ന്, അവന്റെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ടായിരുന്നു. ഭാഷയിൽ ഒരു മനുഷ്യൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് അവന്റെ പേരാ. നിങ്ങളും ഞാനും ഏറ്റവും അധികം എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ എൻ്റെ പേരാ. ഒരു പേപ്പറും പേനയും കിട്ടിയാൽ പേന തെളിയുന്നോ എന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ പേരെഴുതിയ MA ചാണ്ടി, KK ഉമ്മൻ, MA പോത്തൻ എന്നൊക്കെ എഴുതി അങ്ങ് വിടും. കാരണം വല്ല ചാതിലും നമ്മുടെ പേരൊന്ന് പുറത്തായി കാണണം. ഈ ആത്മീയ ലോകത്തിലെയും ഭൗതിക ലോകത്തിലെയും സകല പരാക്രമങ്ങളുടെയും പിമ്പിലെ ഉദ്ദേശം പേര് പുറത്താകണം. പക്ഷെ ഈ കൺവെൻഷൻ 2 രാത്രി ഞങ്ങൾ പറയുന്നു, നിന്റെ പേര് പുറത്തല്ല, നിന്റെ പേര് അകത്തായി കാണണം.
ജീവപുസ്തകത്തിനകത്ത് നിന്റെ പേരില്ലെങ്കിൽ ദൈവം നിന്നെ പുറത്തു തള്ളിക്കളയും. ജീവപുസ്തകത്തിനകത്ത് പേരുണ്ടോ? വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത യവനെയും തീകുവയിൽ തള്ളിയിടും. ജീവപുസ്തകത്തിൽ പേരുള്ള ഇന്നാർ, സ്തോത്രം, ജീവപുസ്തകത്തിൽ പേരെഴുതി എന്ന് ഉറപ്പുണ്ടോ? ഈ ചിലരുടെ പേര് റേഷൻ കാർഡിലുണ്ട്, ചിലരുടെ പേര് പള്ളി രജിസ്റ്ററിലുണ്ട്, ചിലരുടെ പേര് പഞ്ചായത്ത് രജിസ്റ്ററിലുണ്ട്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ പേര് സ്വർഗത്തിലെ രജിസ്റ്ററിലുണ്ട്. ഈ വേദപുസ്തകത്തിൽ ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. 2 സഹോദരിമാരുടെ പേരിൽ ഒരു പട്ടണം അറിയപ്പെടുന്നു. മോളെ പെട്ടെന്ന് എടുത്ത് വായിച്ചു. 11:1 യോഹന്നാന്റെ സുവിശേഷം 11:1 വായിച്ചേ. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാനിയയിലെ ലാസർ എന്ന പെണ്ണുങ്ങളുടെ പേരിൽ, നാടൻ ഭാഷ പറഞ്ഞാൽ 2 സ്ത്രീകളുടെ പേരിൽ ഒരു ഗ്രാമം അറിയപ്പെടുകയാണ്. മാർത്തയുടെയും അവരുടെ സഹോദരി മറിയയുടെയും ഗ്രാമമായ ബെഥാനിയ. സൗണ്ട് കുറച്ചാലും വേണ്ടില്ല, ഭയങ്കര അലപ്പാണ്. 2 പെണ്ണുങ്ങളുടെ പേരിൽ ഒരു ഗ്രാമം അറിയപ്പെടുകയാണ്. ഇങ്ങനെ വെച്ചെന്നാ മതി. അവിടുത്തെ ആണുങ്ങൾ ആരും ഇല്ലായിരുന്നു, വേറെ ആളുകളില്ലായിരുന്നു, ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു. പക്ഷെ അവരാരും യേശുക്രിസ്തുവിനെ വീട്ടിൽ കയറ്റാതെ യേശു കർത്താവിനെ പടിക്ക് പുറത്ത് നിർത്തിയപ്പോൾ യേശുവിനെ വീട്ടിൽ കയറ്റിയ 2 സഹോദരിമാരുടെ പേര് മറന്നുപോകാതെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, യേശുവിനെ പടിക്ക് പുറത്ത് നിർത്തിയവന്റെ പേര് ഈ പുസ്തകത്തിൽ ഇല്ല. നീ യേശുവിനെ സ്വീകരിച്ചെങ്കിൽ നിന്റെ പേര് ഈ പുസ്തകത്തിലുണ്ട്. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. സാധാരണ വീട്ടിൽ ആണുങ്ങളുണ്ടെങ്കിൽ ആദ്യം അവരുടെ പേരാണ് എഴുതേണ്ടത്. ഇവിടെ വീട്ടിലൊരു ആൺചെറുക്കനുണ്ട്, അവന്റെ പേര് എഴുതിയത് മൂന്നാമത് എഴുതിയതും പോകട്ടെ, ലാസർ എന്ന പേരുള്ള ഒരുത്തൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി ബൈബിൾ ക്ലാസ് അവൻ കേട്ടതാ, ഒത്തിരി പ്രസംഗം കേട്ടതാ. പക്ഷെ ഇപ്പോൾ അവൻ ഒരുത്തനായിട്ടിരിക്കുക, ഒരുത്തിയായിട്ടിരിക്കുക. എന്നാൽ 12-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്നത് ഒരു മരണം, ഒരടക്കം, ഒരു ഉയർത്തെഴുന്നേൽപ്പ്. ലാസർ കർത്താവിന് പ്രിയനായി മാറി. 12-1 ആരംഭിക്കുന്നത് ലാസർ പാർത്ത ബെഥാനിയ. ഒത്തിരി ബൈബിൾ ക്ലാസ് 22 വർഷമായി കേട്ടിട്ടും ഒരുത്തനും ഒരുത്തിയായിട്ടാണ് നീ ഇരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ അന്യനെന്ന മേലെടുത്ത് മാറ്റി എഴുന്ന രാത്രിയായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഈ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ടെന്ന് തന്റെ ഇടമുള്ള ദൈവമക്കൾക്ക് പാടാൻ പറ്റിയ ഒരു പാട്ടുണ്ട്. ഞാനും പ്രിയ ജിൻസനോട് അത് പാടാൻ പോവുകയാണ്. കർത്തൃകളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ വാർത്തലേ രക്ഷപ്പെട്ടോരക്കേറെ കൂടിയാകാശേ പേർ വിളിക്കും. കൈയടിച്ച് പാടുകേ. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെൻ വരും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. നേരം കാണും എൻ വരും. ഒരിക്കൽ കൊണ്ട് പാടിക്കേ. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും എൻ വരും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും എൻ വരും. കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്. പ്രിയ സുഹൃത്തുക്കളെ, അനധിവിദൂര ഭാവിയിൽ സ്വർഗത്തിലൊരു പേർവിളി നടക്കാൻ പോകുകയാണ്.
യാഗം ചെയ്ത് എന്നോട് നിയമം ചെയ്ത എന്റെ വൃതന്മാരെ എന്റെ അരികിൽ കൂടുന്നു പറയുന്ന മാത്രയിൽ ഹാബേൽ മുതൽ മരിച്ചു മൺമറഞ്ഞു പോയ സകല വിശുദ്ധന്മാരും ഭൂമി ജീവനോട് പാർക്കുന്ന ഭക്തന്മാരും ഭൂമിയുടെ ഗുരുത്താകുന്ന ശക്തിയെ വെല്ലുവിളിച്ച് സ്വർഗത്തിലേക്ക് പറന്നുയരാൻ പോകുകയാണ്. പേർ വിളിക്കും നേരം എന്റെ പേര് കാണും, എന്റെ പേര് കാണും, എന്റെ പേര് കാണുമെന്ന് നിർണയമുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ ശക്തിയോട് കരമടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഇന്ന് രാത്രി വരെ പേർ വിളിക്കും നേരം എന്റെ പേര് കാണുമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ഗൽഗതത്തോടും മനത്തകർച്ചയോടും ക്രൂശിൽ മരിച്ച യേശുവിനെ നോക്കി, യേശുവേ ദൈവത്തിന്റെ ഏകജാത, നീ എന്റെ പാപത്തിന് പരിഹാരമായി മരിച്ചെന്ന് വിശ്വസിക്കുന്നു. നിന്റെ പാപന രക്തത്താൽ നീ എന്റെ പാപം കഴുകണമേ എന്ന് ഈ രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ രക്തം സകല പാവം പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. ഞാൻ കഴിഞ്ഞ രാത്രി ഓർപ്പിച്ചതുപോലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ചിതറിത്തെറിച്ച യേശുവിന്റെ രക്തത്തിന് ഈ രാത്രിയിലും നിങ്ങളുടെ പാപം മോചിപ്പാൻ ശക്തിയുണ്ട്. ആ രക്തത്തിന്റെ ശക്തി ഈ രാത്രി ഇവിടെ വ്യാപരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ കൈ ഉയർത്തിയ ശക്തിയോടെ സാധനം. ഈ പാട്ട് എഴുതിയത് ജെയിംസൺ ബ്ലാക്ക് എന്നൊരു ഇംഗ്ലീഷ് എഴുത്തുകാരനാണ്. ഈ പാട്ട് എഴുതുവാൻ ഒരു സാഹചര്യമുണ്ട്. ജെയിംസൺ ബ്ലാക്ക് അമേരിക്കക്കാരനാണ്. അമേരിക്കയിൽ വലിയൊരു സൺഡേ സ്കൂൾ നടത്തിക്കൊണ്ടിരുന്നു. നമ്മുടെ ഇവിടുത്തെ പോലല്ല, 100 കണക്കിന് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സൺഡേ സ്കൂൾ. ആ സൺഡേ സ്കൂളിൽ അദ്ദേഹം ഹാജർ വിളിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ സൺഡേ സ്കൂളിൽ 12 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് വീട്ടിൽ ഒത്തിരി പ്രശ്നമുള്ള വീട്ടിൽ നിന്ന് സൺഡേ സ്കൂൾ പഠിക്കാൻ വന്നു. പല ആഴ്ചകൾ വന്നു. അവൾ യേശു രക്ഷിതാവായി സ്വീകരിച്ചു. എന്നാൽ ചില ആഴ്ചയായി പെൺകുട്ടിയെ കാണുന്നില്ല, അവൾ വന്നില്ല. കുറെ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ജെയിംസൺ ബ്ലാക്കിന് ഈ പെൺകുട്ടിയെ അന്വേഷിച്ചു പോകണമെന്ന് തോന്നി. അതേ പെൺകുട്ടിയുടെ വീട് തിരക്കി പിടിച്ചു ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഈ മകൾ ടൈഫോയിഡ് ബാധിതയായി കിടപ്പിലായിരുന്നു. കുറെ ദിവസങ്ങൾ ഇങ്ങനെ കിടന്ന അവസാനവൾ ലോകത്തോട് വിട പറഞ്ഞു. നമ്മുടെ അമ്മ പറഞ്ഞു, അവൾ പലപ്പോഴും ജെയിംസൺ ബ്ലാക്കിനെ കുറിച്ച് ചോദിച്ചു, സാറിനെ അന്വേഷിച്ചു, മരിക്കാതെ ചോദിച്ചു. ജെയിംസൺ ബ്ലാക്കിന് വലിയ സങ്കടമായി. അദ്ദേഹം തിരിച്ച് വീട്ടിൽ അദ്ദേഹത്തിന്റെ സൺഡേ സ്കൂളിൽ വന്ന് പതിവ് പോലെ വീണ്ടും ഹാജർ വിളിപ്പാൻ തുടങ്ങി. ഓരോ കുട്ടിയും സാർ, പ്രസന്റ് സാർ എന്ന് പറഞ്ഞിരുന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ പേര് വന്നപ്പോൾ എസ് സാർ എന്ന് പറയാൻ അവൾ അവിടെ ഇല്ലായിരുന്നു. ജെയിംസ് ബ്ലാക്കിന് സങ്കടമായി. അദ്ദേഹം കൈത്തണ്ടയിൽ മുഖമമർത്തി കുനിഞ്ഞിരുന്നു. തന്റെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകി. ആ ഹാജർ ബുക്കിലേക്ക് കണ്ണുനീർ തുള്ളികൾ വീഴാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നോട് സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് പറഞ്ഞു, മകനെ, നീ പേർ വിളിച്ചപ്പോൾ അവൾ ഇവിടെ ഇല്ലായിരിക്കും, പക്ഷെ ഞാൻ പേർ വിളിക്കുമ്പോൾ അവൾ അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് തന്റെ ഇടം ഉണ്ടോ? കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. ഞങ്ങളുടെ ആഗ്രഹം അതാ, പേർ വിളിക്കുമ്പോ അവിടെ കാണണം. സ്വർഗത്തിൽ ഉള്ള ദൈവമക്കൾക്ക് സ്വർഗത്തിലുള്ളതായ 10ഓളം കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്. ഒന്ന്, നമ്മുടെ പേര് സ്വർഗത്തിലുണ്ട്. ലൂക്കോസ് 10:20. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കാൻ സന്തോഷിക്കും. 2, നമുക്ക് പൗരത്വം സ്വർഗത്തിലുണ്ട്. നമ്മുടെ പൗരത്വമോ പറഞ്ഞാട്ട് സ്വർഗത്തിലാകുന്നു. ഫിലിപ്പിയർ 3:20. അവിടെ നമ്മുടെ രാജാവ്, നമ്മുടെ കർത്താവ് രാജാവായി വരുമെന്ന് നമ്മൾ കാത്തിരിക്കുന്നു. നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ്, അതിൽ അഭിമാനിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ സ്വർഗീയ പൗരന്മാരുടെയാണ്. നമ്മുടെ പ്രശ്നത്തിൽ, നമ്മുടെ ഭാരത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ഇടപെട്ടില്ലെങ്കിലും സ്വർഗീയ ഗവൺമെന്റ് ഇടപെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. 3, നമുക്ക് പാർപ്പിട സ്വർഗത്തിലുണ്ട്. 1 Corinthians 5:1. കൂടാരമാകുന്ന ഈ ഭൗമവന വഴിഞ്ഞാലും കൈപ്പണിയല്ലാത്ത ദൈവത്തിന് ദാനമായൊരു കെട്ടിടം സ്വർഗത്തിലുണ്ട്. 5, നമുക്ക് അവകാശം. 4, നമുക്ക് അവകാശ സ്വർഗത്തിലുണ്ട്. 1 പത്രോസ് 1:5. ക്ഷയം, മാലിന്യം, വാട്ടം ഒന്നുമില്ലാത്ത നല്ലൊരു അവകാശം. ഒരൊറ്റ ഭൂകമ്പത്താൽ ഇന്നലെ ഇടിഞ്ഞു വീഴും. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, മനുഷ്യന്റെ സകല പണി ഇടിക്കാൻ ദൈവത്തിന് 2 മിനിറ്റ് മതി.
1 മിനിറ്റ് തന്നെ അധികമാ. 5.6 7.3 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തുന്ന ഒരൊറ്റ ഭൂചലനം വർഷങ്ങളുടെ പണിയില്ലാതാകും. എന്നാൽ ക്ഷയമില്ലാത്തൊരവകാശം നമുക്ക് സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിൽ മഹാപ്രതിഫലമുണ്ട്. ഇബ്രായർ 10:35 നമുക്ക് മഹാപ്രതിഫലമുണ്ട്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഇന്നിവിടെ കർത്താവിന്റെ അഭിഷക്തൻ പറഞ്ഞല്ലോ, നമ്മളെ അപമാനിക്കുന്നവരുണ്ട്, ആക്ഷേപിക്കുന്നവരുണ്ട്, വിട്ടുതാരി പൊട്ടിച്ചവരും ഉത്തുത്തു പറയുന്നവരെന്നും കലക്കവെള്ളത്തിൽ മുക്കുന്നവരെന്നും കപ്പയും മീന് തിന്നാൻ നടക്കുന്നവരെന്നും ഒക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നവരുണ്ട്. ഇതിനെല്ലാം ഒരു പ്രതിഫലമുണ്ട്. വെറുതെ അല്ല ഈ മഞ്ഞു കൊള്ളുന്നത്, ഇതിനൊരു പ്രതിഫലം സ്വർഗത്തിലുണ്ട്. പിന്നെ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് സ്വർഗത്തിലുണ്ട്. എബ്രായർ 10:24 ഇവിടുത്തെ സമ്പത്തൊക്കെ പോകുന്ന. ലൂക്കോസ് 16:9 സ്നേഹിതർ നമുക്ക് സ്വർഗത്തിലുണ്ട്. സ്തോത്രം. നമുക്ക് സ്വർഗത്തിലൊരു മഹാപുരോഹിതനുണ്ട്, സ്വർഗത്തിൽ കാര്യസ്ഥനുണ്ട്. 10 സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തിൽ നമുക്കൊരു പിതാവുണ്ട്. ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? 2 സ്നേഹിതർ ഒന്നിച്ച് പഠിച്ചു, ഒന്നിച്ച് വളർന്നു. 2 പേരും ഒന്നിച്ച് സ്കൂൾ ഫൈനൽ പാസ്സായി. ഒരാൾ ഒരു വ്യവസായിയായി മാറി, ബിസിനസ്സുകാരനായി മാറി. മറ്റേയാൾ ഒരു സുവിശേഷകനായി മാറി. അയാൾ ദേശദേശാന്തരങ്ങളിൽ സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രസംഗിച്ച് തന്റെ പഴയ കൂട്ടുകാരൻ പാർക്കുന്ന സ്ഥലത്ത് ഈ സുവിശേഷകനെത്തി. തന്റെ പഴയ സ്നേഹിതൻ തന്റെ നാട്ടിൽ വരുന്നെന്നറിഞ്ഞ് ഈ ബിസിനസ്സുകാരൻ ഒരു രാത്രി എന്നോടൊപ്പം പാർക്കണമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ ക്ഷണിച്ചു. ഇദ്ദേഹം ക്ഷണം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ആ രാത്രി പാർത്തു. കൊട്ടാര സദൃശമായി വീട്ടിൽ ആ രാത്രി ഉറങ്ങി. രാവിലെ പോകാൻ നേരം അദ്ദേഹം വീടിന്റെ മട്ടുപ്പാവിൽ നിന്ന് ഈ വ്യവസായി കോടീശ്വരൻ തന്റെ വസ്തുവകൾ കാണിക്കാൻ തുടങ്ങി. നേരെ തെക്കോട്ട് കൈ ചൂണ്ടി പറഞ്ഞു, നോക്കൂ, ആ കാണുന്ന ഗോതമ്പ് വയലെല്ലാം എന്റേതാണ്. നേരെ വടക്കോട്ട് കൈ ചൂണ്ടി പറഞ്ഞു, കാണൂ, ആ കാണുന്ന മുന്തിരിത്തോപ്പ് മുഴുവൻ എന്റെ വകയാണ്. നേരെ പടിഞ്ഞാറോട്ട് കൈ ചൂണ്ടി പറഞ്ഞു, ആ കാണുന്ന ആപ്പിൾ തോട്ടം മുഴുവൻ എന്റെ വകയാണ്. നേരെ കിഴക്കോട്ട് കൈ ചൂണ്ടി പറഞ്ഞു, ആ കാണുന്ന മുന്തിരിത്തോപ്പുകൾ മുഴുവൻ എന്റെ വകയാണ്. കിഴക്കോട്ട് കൈ ചൂണ്ടി, പടിഞ്ഞാറോട്ട് കൈ ചൂണ്ടി, തെക്കോട്ട് കൈ ചൂണ്ടി, ഇതെല്ലാം എന്റെ വകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരായുസ് മുഴുവൻ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയിട്ടും കാര്യമായി സമ്പത്തൊന്നും ഇല്ലാത്ത ദൈവദാസൻ അല്പനേരം മൗനമായി നിന്നു. അതിനുശേഷം അദ്ദേഹം നേരെ മുകളിലോട്ട് കൈ ചൂണ്ടി. അദ്ദേഹം ചോദിച്ചു, സ്നേഹിത, നിനക്ക് വടക്കുണ്ട്, നിനക്ക് തെക്കുണ്ട്, നിനക്ക് പടിഞ്ഞാറുണ്ട്, നിനക്ക് കിഴക്കുണ്ട്, ഉയരത്തി വല്ലതും ഉണ്ടോ? അവൻ നോക്കിയിട്ട് പറഞ്ഞു, എനിക്കവിടെ ശൂന്യാകാശം ഉണ്ടെന്ന്. ഈ ദൈവത്തിന്റെ അഭിഷേകം പറഞ്ഞു, എനിക്ക് വടക്കൊന്നുമില്ല, എനിക്ക് തെക്കൊന്നുമില്ല, എനിക്ക് കിഴക്കൊന്നുമില്ല, എനിക്ക് പടിഞ്ഞാറൊന്നുമില്ല, എന്നാൽ ഉയരത്തിൽ എൻ്റെ ദൈവം ചിലത് എനിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. എത്ര പേർക്ക് ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയും? വാഗമൺ ദേശനിവാസിയെ, ഈ വാഗമൺ മല മുഴുവൻ നിങ്ങളുടെ പേരിൽ ഒരാൾ തീരാധാരമായി എഴുതി തന്നാലും ഇന്ന് രാത്രി പ്രാണനെ വിട്ടാൽ പറന്നുപോയി വിശ്രമിപ്പാൻ ഒരിടം നിങ്ങൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫോഷനാണ് നിങ്ങൾ. 2 സെന്റ് സ്ഥലം സ്വന്തമായില്ലെങ്കിലും ഈ രാത്രി പ്രാണനെ വിട്ടാൽ ഞാൻ എൻ്റെ യേശുവിനോടൊപ്പമായിരിക്കും എന്ന് പറയാൻ ഉറപ്പുള്ള ദൈവവൈതൽ നിന്നേക്കാൾ ഭാഗ്യവാനാണ്. കാരണം കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. വേദപുസ്തകം പറയുന്നു, നൊടി നേരത്തേക്കുള്ള ലഘുവായ സങ്കടം തേജസ്സിന്റെ അത്യന്ത ഘനം ലഭിപ്പാൻ കാരണമാകും. ഇവിടുത്തെ ആയുസ് 70, ഏറെയായാൽ 80. അതിന്റെ പ്രതാപം ദുഃഖവും കഷ്ടവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ദാവീദ് ദാസൻ പറഞ്ഞല്ലോ, ഈ ആയുസിൽ മാത്രം നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. പ്രൈസ് ദി ലോർഡ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ പറഞ്ഞാട്ടെ
മുഖത്തോട്ട് നോക്കി, അടുത്തടുത്തിരിക്കുന്ന ആടെ കൈയൊന്ന് പിടിച്ച് പറ സാരമില്ലെന്ന്. മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് പറ സാരമില്ലെന്ന് പറ. സാരമില്ല, സാരമില്ല. മുഖത്ത് നോക്കിയൊന്ന് പറ, അത് കേൾക്കാനിരിക്കാവുന്ന. കൈയൊന്ന് അടിച്ച് ദൈവത്തെ സൂചിച്ചോണ്ട് പറ സാരമില്ല, സാരമില്ല, സാരമില്ല. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. നമ്മുടെ ദൈവമക്കളെ, അവിടെ ചിലത് വേണം, ഉയരത്തിൽ ചിലത് വേണം. ഒന്നേ, ശിമോന്റെ പേര് ജീവപുസ്തകത്തിലുണ്ടായിരുന്നു. അവൻ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവനായിരുന്നു. രണ്ട്, അവൻ നീതിമാനായിരുന്നു. മൂന്ന്, അവൻ യെരൂശലേമിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനായിരുന്നു. നാല്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. ഞാൻ ഈ രണ്ടാം രാത്രിയിൽ എന്ത് പ്രസംഗിക്കണമെന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിക്കും. ഞാൻ കർത്താവിന്റെ ദാസന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ ആരെയും ആദ്യം പ്രാർത്ഥിച്ചു. ഇവിടെ ആദ്യം പ്രാർത്ഥിച്ചു തുടങ്ങിയാണ് ദൈവദാസൻ. കർത്താവിന്റെ ദാസൻ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇന്ന് ഇവിടെ പ്രസംഗിക്കണം. ഞാൻ പ്രസംഗിക്കാൻ പോവാ, നിങ്ങൾ കേൾക്കാൻ പോവാ. കേൾക്കാൻ പോവാ മാത്രമല്ല, ചെല്ലുന്ന രാത്രി പരിശുദ്ധാത്മാവിനാൽ നിറയാൻ പോവാ. റെഡി ആയിട്ടിരുന്നോണം. ഇച്ചിരൂടെ ഓളി പച്ചിലൂടെ റെഡി ആയിട്ടിരുന്നോണം. ഒന്നുകൂടെ സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞേ. എന്താണ് പരിശുദ്ധാത്മാവ്? ആരാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവം നമ്മുടെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് സാക്ഷ്യം വഹിപ്പാൻ പെന്തക്കോസ്തിന്റെ ആദ്യകാല പിതാക്കന്മാർ ഇറങ്ങിയപ്പോൾ അന്നത്തെ വലിയ നേതാക്കന്മാരെഴുതി, ഈ പുതുമഴയൊക്കെ പെയ്യുമ്പോൾ ഒത്തിരി തകരകൾ മുളച്ചു വരും. അതുപോലെ മുളച്ചു വന്നതാണ് ഈ പെന്തക്കോസ്. നല്ല വെയിൽ കിട്ടുമ്പോൾ ഇതെല്ലാം വാടുമെന്ന് പറഞ്ഞു. രാത്രി ഞാൻ പറയാം, ഇവരെല്ലാം കടന്നുപോയി, നേതാക്കന്മാരും കടന്നുപോയി, പക്ഷെ പെന്തക്കോസ് ഇതുവരെ കടന്നുപോയിട്ടില്ല. ഈ വാഗമണ്ണിന്റെ മണ്ണിലും പെന്തക്കോസിന്റെ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ് കടന്നു പോകാൻ പോകുന്നില്ല. ഇത് ഇവിടുത്തെ ആരുടെയും വകയല്ല, ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ വകയാണ്. ഒന്ന് കൈയടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച ദൈവമക്കളെ, ഈ പെന്തക്കോസിനെ കളിയാക്കിയവരൊക്കെ, അല്ലെ അഭിഷേകത്തെ കളിയാക്കിയവരൊക്കെ, ഇച്ചിരി സമയം എടുത്ത് പ്രസംഗിക്കേണ്ടതാ. അന്യഭാഷയെ കളിയാക്കിയവരൊക്കെ, സ്തോത്രം, അന്ന് പരിശുദ്ധാത്മാവിൽ ആരാധിച്ചവരെ നോക്കി ഇതൊരു തരം ഞരമ്പ് രോഗമാണെന്ന് പറഞ്ഞു. എന്താ ഞരമ്പ് രോഗം? നമ്മൾ ഈ അന്യഭാഷ പറഞ്ഞവർ കേട്ടോണ്ടിരിക്കുക, അതുകൊണ്ട് ഇത് പറയുന്നത്. ഇതൊരു തരം, അപ്പൊ അന്ന് ഇത് ഞരമ്പ് രോഗമാന്ന് പറഞ്ഞവർ ഞങ്ങൾക്കും ഈ ഞരമ്പ് രോഗം വേണോന്ന് പറഞ്ഞു നടക്കേ. സ്തോത്രമില്ലേ? ഈ ഹല്ലേലൂയായെയും സ്തോത്രത്തെയൊക്കെ കളിയാക്കിയവന് ഹല്ലേലൂയാന്ന് പറഞ്ഞങ്ങ് തുടങ്ങിയാൽ പിന്നെ നിർത്തുന്ന പരിപാടിയില്ല. ഈ മൂവാറ്റുപുര പെരുമ്പാവൂര് ജിൻസനോട് ചോദിച്ചറിയാം, എറണാകുളത്തെ കാരിസ്മാറ്റിക് യോഗത്തിന് അങ്ങോട്ട് കൈ അങ്ങോട്ട് പൊക്കി നിന്ന് ഹല്ലേലൂയ പറയാൻ തുടങ്ങിയ നിർത്തില്ല. പിന്നെ ഒരു കാര്യം, അവർ ഹല്ലേലൂയ പറയാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഹല്ലേലൂയ പമ്പ കടന്നു. നമ്മുടെ ഇരിപ്പ് കണ്ടില്ല, ഞാൻ പറയണോട് സ്തോത്രം പറയണം. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഹല്ലേലൂയയെ കളിയാക്കുന്നവനെ കൊണ്ട് ദൈവം ഒത്തിരി ഹല്ലേലൂയ പറയിക്കും. സ്തോത്രത്തെ കളിയാക്കുന്നവനെ കൊണ്ട് ദൈവം ഒത്തിരി സ്തോത്രം പറയിക്കും. ചിലര് പ്രസംഗിക്കുമ്പോ കേട്ടിട്ടില്ലേ, സ്ഥാനത്തും അസ്ഥാനത്തും സ്തോത്രം പറയും. ഞാൻ ഗ്ലോറി, എന്റെ ഭാര്യ ഗ്ലോറി ടു ഗോഡ്, എന്റെ ഭാര്യയുടെ പേര് സാലി എന്നാണ്, ഇതൊക്കെ പറഞ്ഞു കേട്ടില്ല. അപ്പോൾ ഓർത്തോടെ ഈ പുള്ളി പണ്ട് സ്തോത്രത്തെ ഒത്തിരി കളിയാക്കിയതാ. ഞാനൊരു കാര്യം പറയാം, യോഗം മുടക്കിയെ കൊണ്ട് യോഗം നടത്തിക്കുകയും അതിന്റെ കാശ് അവനെ കൊണ്ട് തന്നെ മുടക്കിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. ഈ ദൈവദാസൻ ഈ വേലയുടെ ആരംഭം പറഞ്ഞിരിക്കും, ഞാൻ പലയിടത്തും ഇത് പറയും. പാട്ടകൊട്ടിയെ കൊണ്ട് തമ്പേറ് കൊട്ടിക്കുന്നവനാ നമ്മുടെ ദൈവം. നമ്മുടെ പിതാക്കന്മാർ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ചിലരൊക്കെ പാട്ട കൊട്ടി. അവര് വിചാരിച്ച കൊട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഇട്ടേച്ചു പോകുന്നു. കൊട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഉണർവ് കൂടുകയില്ല. ഈ പാട്ട കൊട്ടിയവന്റെ എല്ലാം തോളി നമ്മൾ തമ്പേറിട്ട് കൊടുത്തു, കൊട്ടണ്ടാന്ന് പറഞ്ഞു.
ആട്ടകൊട്ടിയവനൊക്കെ വന്നിട്ട് നമ്പ്യാർ കൊട്ടാൻ തുടങ്ങി. ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പൊ ആ പരിപാടിയില്ല, പണ്ടൊക്കെ ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് ഇത്രയും നല്ല സിസ്റ്റമോ എന്തോ നല്ല സിസ്റ്റമായി വെച്ചേക്കുന്നത് കണ്ടോ, നിരത്തി ഒന്നുമില്ല, ജനറേറ്റർ ഒന്നുമില്ല, കറണ്ട് പോയാൽ പണി പോയി. ഞാനൊക്കെ നിൽക്കുന്നത് മൈക്കിന്റെ പച്ചയിലും നിങ്ങളുടെ സ്വോത്രത്തിലുമാ, പിന്നെ ചൂടുവെള്ളത്തിന്റെ ശക്തി. അത് ഞാൻ കൊട്ടാരക്കരയ്ക്കടുത്ത് പ്രസംഗിക്കാൻ പോയി. അന്ന് അങ്ങനത്തെ ആളുകളുണ്ട്. പ്രസംഗം അങ്ങോട്ട് ആരംഭിച്ചു. ഞാൻ സ്റ്റേജിലോട്ട് കയറിയപ്പോൾ ഒരുത്ത പോസ്റ്റയിലോട്ട് വലിഞ്ഞു കയറി, ഇലക്ട്രിക് പോസ്റ്റ്. അവൻ ഫീസ് കൂടി, കറണ്ട് കട്ടായി, ഇരുട്ടായി. എങ്ങാണ്ട് ഒരു അച്ചായനന്ന് പെട്രോമാക്സാ കൊണ്ടടിച്ച് നടുവിൽ കെട്ടി നോക്കി. അന്നോട് കറണ്ട് ഇല്ല. അവിടെ കൂടെ പോയ അച്ചായൻ വന്ന് ജീപ്പിന്റെ, അവിടെ ബാറ്ററിയും ഇല്ല, ജീപ്പിന്റെ കണക്ഷൻ തന്നു, മൈക്ക് കൈ കിട്ടി. ഞാൻ പറഞ്ഞു, ഇന്ന് പോസ്റ്റേ കയറിയവനെ നോക്കി ദൈവം ചിരിക്കുന്നു. ബൈബിൾ ഒരു വാക്യമുണ്ട്, ദൈവം അവരെ നോക്കി. ഇന്ന് പോസ്റ്റേ കയറിയവനെ നോക്കി ദൈവം ചിരിക്കുന്നു. കൊള്ളാം 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 കൊള്ളാം, അടുത്ത കൺവെൻഷന് മൈക്ക് വെച്ച് കേട്ടാൻ ഇവനെ കൊള്ളാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ പിന്നെ പറഞ്ഞു, സുവിശേഷ യോഗം നടക്കുമ്പോൾ ആരും പോസ്റ്റേ കയറരുത്, ദൈവം നിന്നെ നോക്കി ചിരിക്കും. കൊള്ളാം കൊള്ളാം, മൈക്ക് കെട്ടാൻ നിന്നെ കൊള്ളാം, ദൈവം കൊള്ളാം എന്ന് പറഞ്ഞാൽ അടുത്ത പ്ലസ് മാഗമണ്ണിന് മൈക്ക് കെട്ടാൻ നിന്നെ ഞങ്ങളുടെ ദൈവം തന്നിരിക്കും. ഹല്ലേലൂയ. സുവിശേഷ യോഗം നടക്കുമ്പോൾ ആരും പൂക്ക് വിളിക്കരുത്, നിന്നെ നോക്കി ദൈവം ചിരിക്കും. കൊള്ളാം 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 കൊള്ളാം, ഉറക്കെ ഹല്ലേലൂയ പറയാം, നിന്നെ കൊള്ളാം, ദൈവം കൊള്ളാമെന്ന് പറഞ്ഞാൽ അടുത്ത കൺവെൻഷന് ഹല്ലേലൂയ പറയാൻ നീ ഇവിടെ കാണും. ഒന്ന് ശക്തിയോടെ കൈകൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ദൈവമക്കളെ, കരം അടിച്ച് സ്തോത്രം പറഞ്ഞാട്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ശബ്ദപരിധിക്കുള്ളിൽ സുവിശേഷത്തെ എതിർക്കുന്നവനെ യേശുവിന് വേണ്ടി ഞങ്ങൾ അവകാശം പറയുകയാണ്. ശക്തിയോടെ ആരാധിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ഇത് ഞരമ്പ് രോഗമാണെന്ന് പറഞ്ഞവരൊക്കെ ഇന്ന് കാത്തിരുന്ന് പ്രാപിക്കാനിരിക്കും. എന്താണ് പരിശുദ്ധാത്മാവ്? പുറത്ത് കേൾക്കുന്നവരും ഇതൊക്കെ എന്തായി ചെലമ്പല് ഇതൊക്കെ കേൾക്കണ്ടേ? എന്താണ് പരിശുദ്ധാത്മാവ്? 3 കാലഘട്ടങ്ങളിലായി ദൈവം മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ തൃത്വത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. പഴയ നിയമം പിതാവാം ദൈവത്തിന്റെ യുഗമായിരുന്നെങ്കിൽ സുവിശേഷ കാലയളവ് പുത്രൻ തമ്പുരാന്റെ യുഗവും ഈ സഭാ കാലഘട്ടം പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. പഴയ നിയമത്തിൽ ഗോഡ് ഫോർ us എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എന്നാൽ സുവിശേഷത്തിൽ അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. പഴയ നിയമം ഗോഡ് ഫോർ us ആയിരുന്നെങ്കിൽ പുതിയ നിയമം ഗോഡ് വിത്ത് us ആയി. ദൈവം നമ്മോട് കൂടെ. എന്നാൽ ഈ സഭായുഗത്തിൽ ഗോഡ് ഫോർ us അല്ല, ഗോഡ് വിത്ത് us അല്ല. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? ഗോഡ് ഇൻ us. തൃത്വത്തിൽ മൂന്നാമനായവൻ നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. അതത്രേ പരിശുദ്ധാത്മാഭിഷേകം. ഒന്ന് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാ. ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. തമിഴിൽ എന്താ പറയുന്നത് ദൈവത്തിന്? ആണ്ടവൻ. ആണ്ടവർ ആണ്ടവർ നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. ദൈവം ഇറങ്ങി വന്നാൽ എന്നാ സംഭവിക്കും? എന്നാ സംഭവിക്കും? 114 സങ്കീർത്തനം 14 വാക്യം. സീനായി പർവ്വതത്തിൽ ദൈവം തമ്പുരാൻ ഇറങ്ങിയപ്പോൾ എന്താ സംഭവിച്ചേ? മോളെ എന്ന് വായിച്ചു കേൾപ്പിച്ചേ. 114 സങ്കീർത്തനം 14 വാക്യം. പർവ്വതം മുട്ടാടിനെ പോലെയും, പർവ്വതങ്ങൾ മുട്ടാടുകളെ 4 വാക്യം. പർവ്വതം മുട്ടാടുകളെ പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളി. കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളി. വായിച്ചോ. സമുദ്രമേ നീ ഓടുന്നത്, സമുദ്രമേ നീ ഓടുന്നത്, യോർദാനെ നീ പിൻവാങ്ങുന്നത്, യോർദാനെ നീ പിൻവാങ്ങുന്നത്. പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെ, പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളുന്നത്. അപ്പൊ പർവ്വതത്തിൽ ദൈവം തമ്പുരാൻ ഇറങ്ങിയപ്പോ പർവ്വതം കുഞ്ഞാടുകളെ പോലെ തുള്ളി, മുട്ടാടുകളെ പോലെ തുള്ളി. ഇങ്ങോട്ട് നോക്കിയേ. പർവ്വതത്തിൽ ദൈവം തമ്പുരാൻ ഇറങ്ങിയപ്പം പർവ്വതം തുള്ളിയെങ്കിൽ 47.25 കിലോ ഇല്ലാത്ത ഞങ്ങളുടെ മേൽ
തമ്പുരാൻ ഇറങ്ങുമ്പം ഞങ്ങൾ തുള്ളുന്നതിന് എന്നാച്ചാതിശയം. ഞങ്ങള് തുള്ളുകല്ല, ഞങ്ങളെ തുള്ളിക്കുക. ഒന്ന് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 57.4 കിലോ എന്റേതാന്നിരിക്കട്ടെ, നിങ്ങൾ 110 കിലോ ഉണ്ടെങ്കിലും ഇന്ന് രാത്രി അത്യന്ത ശക്തി നിങ്ങളുടെ മൺകൂടാരത്തിൽ വ്യാപരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടങ്ങിയിരിക്കാൻ കഴിയില്ല. നിങ്ങൾ അറിയാതെ കുലുങ്ങാൻ തുടങ്ങും. ശബ്ദം ഞാൻ ഐറ്റം എടുക്കുമ്പോൾ നിങ്ങൾ കുറയ്ക്കല്ലേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ പലർക്കും മനസ്സിലാകാത്ത ഞങ്ങളുടെ ഈ തുള്ളലാണ്. ഞങ്ങൾ തുള്ളുകയല്ല, തുള്ളിക്കുക. 200 ടൺ കേബ് ഭാരമുള്ള കൂറ്റൻ ജനറേറ്റർ, ഭയങ്കര നട്ടും ബോൾട്ടും ഒക്കെ ഇട്ട് മുറുക്കി ക്രെയിൻ കൊണ്ടാണ് ഇതിനെ പൊക്കി വെക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയിരി. ജനറേറ്റർ, ട്രാൻസ്ഫോമർ. പക്ഷെ ട്രാൻസ്ഫോമറിലൂടെ കറണ്ട് അങ്ങോട്ട് വ്യാപിപ്പിക്കുമ്പോ 20-40 ടൺ കേബ് ഭാരമുള്ള ട്രാൻസ്ഫോമർ അവിടെ നിന്ന് പറഞ്ഞ് ഞരങ്ങുന്നത് കേൾക്കാം. ട്രാൻസ്ഫോമറെ നീ എന്തിനായിരുന്നു മൂടുന്നതെന്ന് ചോദിച്ചാൽ അവൻ പറയും, എന്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിക്ക് ശക്തിയോട് ശക്തി വ്യാപരിക്കുന്നു, എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല. രാത്രി ഞങ്ങൾ പറയട്ടെ, ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നത് അത്യന്ത ശക്തിയാണ്. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ഇത് ദൈവത്തിന്റെ ദാനമാണ്. സൂപ്പർ നാച്ചുറൽ പവറാണ്. ഇത് ഞങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കുമ്പോൾ ഞങ്ങൾക്കിത് താങ്ങാൻ കഴിയുന്നില്ല. ഞങ്ങൾ അറിയാതെ വിറച്ചു പോകുകയാണ്. Praise the Lord. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട് ദൈവമക്കളെ. 12 വർഷം വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടാണ് രക്തസാവക്കാരിയായ സഹോദരി. 12 വർഷം വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചവൾ. മോശൈക ന്യായപ്രമാണം അനുസരിച്ച് അവക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. പുറത്തിറങ്ങിയാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലും, പുറത്തിറങ്ങരുതെന്ന്. പക്ഷെ അന്ന് അവൾ ഒരു തീരുമാനമെടുത്തു, എന്തു വന്നാലും യേശുവിന്റെ യോഗത്തിന് ഞാൻ പോകും. യേശുവിന്റെ യോഗത്തിന് പോകുമെന്ന് മാത്രമല്ല, യേശുവിനെ ഞാൻ തൊടും. ഇന്ന് രാത്രി കൺവെൻഷന്റെ 2ാം രാത്രിയിൽ ദൈവദാസന്മാരെ കാണാനല്ല, പ്രസംഗികനെ കാണാനല്ല, യേശുവിനെ തൊടാൻ എത്ര പേർ വന്നിട്ടുണ്ട്? യേശുവിനെ തൊടാൻ ഇന്ന് രാത്രി എത്ര പേർ വന്നിട്ടുണ്ട്? യേശുവിനെ തൊടാൻ എത്ര പേർ വന്നിട്ടുണ്ട്? ശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നു, അവൾ പുരുഷാരത്തെ പകഞ്ഞു മാറ്റി യേശു കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ നിന്ന് തൊട്ട മാത്രയിൽ ഇടിമന കണക്ക് അവൾക്ക് ദൈവശക്തി വ്യാപരിച്ചു. സ്പർശന മാത്രയിൽ ഒരശുദ്ധ വിശുദ്ധയായി, ഒരു രോഗിണി പരിപൂർണ സൗഖ്യമുള്ളവളായി തീർന്നു. അവൾ വിറച്ചുകൊണ്ട് നിന്നു. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, യേശുവിനെ തൊട്ടാൽ സൗഖ്യമാ, യേശുവിനെ തൊട്ടാൽ വിടുതല, യേശുവിനെ തൊട്ടാൽ സൗഖ്യമാ, യേശുവിനെ തൊട്ടാൽ വിടുതലാ. ഇന്ന് രാത്രി എത്ര പേർ യേശുവിനെ തൊടാൻ ഇവിടെ വന്നിട്ടുണ്ട്? യേശുവിന്റെ കരം ഈ രാത്രി നിന്നെ തൊടുന്ന രാത്രിയാണ്. ഈ പന്തലിന്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ യേശുവിന്റെ നാമത്തിൽ ശക്തി വ്യാപരിക്കട്ടെ. കൈകളടിച്ച് അല്പസമയം ശക്തിയോട് ദൈവത്തെ ആരാധിച്ചാട്ട് അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അടങ്ങിയിരിക്കരുത്. നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മേൽ ഈ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാവരും ശക്തിയോടെ ആരാധിച്ച ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇലക്ട്രിസിറ്റി വ്യാപരിക്കുന്ന ഈ കേബിൾ ഇൻസുലേഷൻ ഉള്ളിടത്തോളം എടുത്ത് തോളയിലിട്ടാലും കുഴപ്പമില്ല. കണ്ടോ ഞാൻ തേക്കുന്നത്? പക്ഷെ ഇൻസുലേഷൻ മാറി തൊട്ട് നോക്കണം. ആരും തൊടരുത്, തൊട്ട് നോക്കണം. വിവരം അറിയും. ഞാനൊരിക്കൽ ഇതുപോലെ വലിയ യോഗത്തിന് പ്രസംഗിക്കണം. വലിയ യോഗമാണ്, അപ്പൊ ഭയങ്കര ശക്തമായ ജനറേറ്റർ. പക്ഷെ ആ മൈക്രോഫോണിൽ ഇങ്ങനെ അർത്ഥമുണ്ടായിരുന്നു. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ നനഞ്ഞൊക്കെയല്ലേ, ഞാൻ തൊടുമ്പം
എർത്തടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ സൂത്രത്തിലൊരു സ്വോത്രമൊക്കെ പറഞ്ഞ് ഞാൻ വെട്ടിച്ചു, പലവട്ടം വെട്ടിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി ഇനി ഒക്കത്തില്ല. എന്റെ പുറയിരുന്ന ദൈവദാസന്മാർ അറിഞ്ഞില്ല, എന്റെ മുമ്പിൽ ഇരുന്ന ജനം അറിഞ്ഞില്ല. പക്ഷെ ഞാനൊന്നറിഞ്ഞു, എന്റെ മേൽ ശക്തി ആവരിച്ചു. തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും അടുത്തുകൂടാച്ച് വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ നസ്രയനായ യേശു ഈ കൺവെൻഷന്റെ നടുവിലൂടെ ഇന്ന് രാത്രി ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ഓ ക്ഷമ റഖോനി ഹംദന, നീ വിശ്വാസത്തിന്റെ കരങ്ങൾ നീട്ടി അവനെ തൊട്ടാൽ നിന്റെ അടുത്തിരിക്കുന്ന സഹോദരി അറിയത്തില്ല, നിന്റെ മേൽ വിടുതൽ വ്യാപരിക്കും. നിന്റെ അടുത്തിരിക്കുന്ന സഹോദരൻ അറിയത്തില്ല, നിന്റെ മേൽ സൗഖ്യം വ്യാപരിക്കും. കൈകൾ അടിച്ച് അന്യഭാഷ ദൈവത്തെ ബഹുത്തപ്പെടുത്ത്. ഈ രാത്രി നീ പറയും, ഒരു കരമെന്നെ തൊട്ടു. ഓ ഹോ ഷമ റഖന, ഒരു കരമെന്നെ തൊട്ടു. രാത്രി ഒരു കരമെന്നെ തൊട്ടെന്ന് പറയത്തക്കവണ്ണം ഈ രാത്രി വിടുതലിന്റെ, സൗഖ്യത്തിന്റെ, ശക്തിയുടെ, ആത്മവ്യാപാരത്തിന്റെ ദൈവപ്രവൃത്തിയും ഇവിടെ വ്യാപരിക്കുന്നു. എല്ലാവരും ശക്തിയോടെ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചാണ് ദൈവമക്കളെ. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള നമ്മുടെ തലമുറയുടെ തെറ്റിദ്ധാരണകൾ മാറണം. ഇത് പഠിപ്പിക്കണം നമ്മുടെ തലമുറയെ. അവിടെ എഴുതിയിരിക്കുന്നൊരു പദം, അവൾ വിറച്ചുകൊണ്ട് നിന്നെന്ന. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൾ വിറച്ചുകൊണ്ട് നിന്നു. എപ്പോഴാ? കർത്താവിനെ തൊട്ടപ്പോ. ഞാൻ ഒരിക്കലും എന്റെ കർത്താവിന്റെ ചോദിച്ചു, കർത്താവേ അവൾ വിറയ്ക്കാൻ കാര്യം എന്താ? ഇങ്ങോട്ട് നോക്ക്. കർത്താവിനോട് പറഞ്ഞു, മോനെ അവൾ എന്നെ തൊട്ടപ്പം അവളിൽ ഇപ്പം അവൾ എന്നെ തൊട്ടപ്പോൾ അവളിൽ വ്യാപരിച്ചത് ദുനാമീസായിരുന്നു. ദുനാമീസ് എന്ന പദത്തിൽ നിന്നാണ് ഡൈനാമിറ്റ് എന്ന പദമുണ്ടായത്. അവൾ എന്നെ തൊട്ടപ്പോൾ അവളിൽ വ്യാപരിച്ചത് ഡൈനാമിറ്റിനെ കവിയുന്ന ശക്തിയായിരുന്നു. ആ ശക്തി അവളിൽ വ്യാപരിച്ചപ്പോൾ അവിടെ മൺകൂടാരത്തിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല, അവൾ വറച്ചുപോയി. ഇന്ന് രാത്രി ആ ശക്തി ഇവിടെയും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. രോഗം സൗഖ്യമാക്കുന്ന ശക്തി, ഓ ക്ഷമ റഖന, അന്ധകാരത്തിൽ വിടുവിക്കുന്ന ശക്തി, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നു. ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവശക്തി അത്ഭുതങ്ങളുടെ ശക്തിയാ, വിടുതലിന്റെ ശക്തിയാ. ക്ഷമ റഗന സബ്ദന. ഹല്ലേലൂയ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ അത്രയെന്ന് ഹോവയുടെ അരുളപ്പാട്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ഹോവയുടെ ആത്മാവിനാൽ അത്രയെന്ന് ഹോവയുടെ അരുളപ്പാട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലത്തെ ചവിട്ടുവാൻ അധികാരം തന്ന നാസറയനായ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ വിടുതൽ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. ഞാൻ കൂടെ പറയാറുണ്ട്, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിനാൽ പലർക്കും പല ഗുണമുണ്ടായി. യേശു ക്രൂശിക്കപ്പെട്ടതിനാൽ യഹൂദന്മാർക്കൊരു ബറബാസിനെ കിട്ടി, യൂദായിക്ക് 30 വെള്ളിക്കാശ് കിട്ടി, പടയാളികൾക്കും പഴയ അങ്കി കിട്ടി. നമ്മുടെ നാട്ടിൽ ചിലർക്ക് ആണ്ടിലാണ്ടിൽ ഒരു ദുഃഖവെള്ളിയും ഉയർപ്പ് ഞായറും കിട്ടി. എന്നാൽ യേശു ക്രൂശിക്കപ്പെട്ടതിനാൽ നമുക്ക് സൗജന്യമായി രക്ഷ കിട്ടി, നമുക്ക് നിത്യജീവൻ കിട്ടി, നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തി കിട്ടി.
എന്താണ് ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തി? കയ്യിലായുധമായി കാവൽ നിന്ന കാവൽക്കാരന്റെ കാൽമുട്ടുകളെ വിറകൊള്ളിച്ച ശക്തിയാണിത്. നിർജീവ ശരീരത്തിന്മേൽ ജീവൻ വ്യാപരിപ്പിച്ച ശക്തിയാണിത്. റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര തകർത്ത ശക്തിയാണിത്. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ ഭിക്ഷ തണ്ടാൻ കൊണ്ടിരുത്തിയ ഭിക്ഷക്കാരന്റെ ഞാടി ഞരമ്പുകളിൽ ദൈവശക്തി വ്യാപരിപ്പിച്ച് അവനെ ചാടി എഴുന്നേൽപ്പിച്ച ശക്തിയാണിത്. ആ ശക്തി ഇന്ന് രാത്രി ഇവിടെയും വ്യാപരിക്കുന്നു. എല്ലാവരും ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. Hallelujah. 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 ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കർത്താവിന്റെ ദാസനോട് ഞാൻ പറയും, എത്ര ദിവസമായി തുടങ്ങിയിട്ടെന്നറിയാമോ? നാളെ രാത്രി കൊട്ടാരക്കര വാളകത്താണ് അവസ്ഥ. നാളുമുണ്ട്, ഇന്നലെ പിന്നെയൊന്നും എല്ലാം ഉണ്ട്. അടുത്തിരിക്കുന്ന ദൈവദാസന്മാരോടൊരു ക്രൈസ്തവരോട് പറയാൻ പോലും ശബ്ദമില്ലാതെ കയറിയിരിക്കും. പക്ഷേ ലോകം തീരും മുമ്പ് എവിടെ നിന്നോ ശക്തി വരും. അതാണ് പവർ ഫ്രം ഹൈ, ഉയരത്തിലെ ശക്തി. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ആരാണ് തരുന്നത്? ഇപ്പൊ മനസ്സിലായോ? കുലുക്കുകയല്ല നമ്മളെ കുലുക്കുക, ഉള്ളുകല്ല നമ്മളെ കുള്ളിക്കുക. ഈ ചോറൊക്കെ വെക്കുന്നത് നിങ്ങൾക്കറിയാം. അടപ്പയിൽ പാത്രം വെച്ചിട്ട് ചോറ് അതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് അടിയിൽ തീ അങ്ങോട്ട് കത്തിച്ച് കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ ഈ വെള്ളം തിളയ്ക്കാൻ തുടങ്ങും. ഈ വെള്ളം തിളയ്ക്കാൻ അങ്ങോട്ട് തുടങ്ങുമ്പം ചോറെല്ലാം അങ്ങോട്ട് കുത്തിമറിയാൻ തുടങ്ങും. അടപ്പ് പാത്രം ഇന്ന് പടപ്പട പടം 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 പടാന്ന് അടിക്കാൻ തുടങ്ങും. അടങ്ങിയിരിക്കും അടപ്പ് പാത്രമേ എന്ന് പറഞ്ഞ അടപ്പ് പാത്രം പറയും, ഞാൻ കൊണ്ടുകല്ല, എൻ്റെ അകത്തൂന്നൊരു ശക്തി, എനിക്ക് അടങ്ങിയിരിക്കാൻ വയ്യ. നിങ്ങളീ കാണുന്ന അഭിനയമൊന്നും അല്ല, ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയാത്ത പോലെ ഞങ്ങളുടെ അകത്തു നിന്നൊരു ശക്തി പുറത്തേക്ക് വരുന്നു. Praise the Lord. Worship is the outward expression of the inward impression. അകത്തെ സമ്മർദ്ദത്തിന്റെ പുറത്തെ പ്രതിഫലനമാണ് ആരാധന. അകത്ത് ദൈവസ്നേഹം വരുന്നൊരു ദൈവവൈതൽ ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞത് വരും, കൈ അടിച്ചെന്ന് വരും, ചാടിയെന്ന് വരും, തുള്ളിയെന്ന് വരും, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചെന്ന് വരും, അവളോ യോനോ ഇരുന്ന് കരഞ്ഞെന്ന് വരും. അതല്ല ആരാധനയാ. അകത്ത് ദൈവസ്നേഹമില്ലാത്ത നീ ചാടിയാലും ആരാധനയല്ല, തുള്ളിയാലും ആരാധനയല്ല, മേശ അടിച്ച് പൊട്ടിച്ചാലും ആരാധനയല്ല. പക്ഷെ അകത്ത് ദൈവസ്നേഹം ഉള്ളവനോട് സ്തോത്രം പറയാൻ, ഹല്ലേലൂയ പറയാൻ, ചാടാൻ, തുള്ളാൻ അഭിഷക്തന്മാർ പറയണ്ട. അകത്ത് അഭിഷേകമുള്ളവൻ എവിടെ ഇരുന്നാലും ദൈവത്തെ സ്തുതിക്കും. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആരാണ് പരിശുദ്ധാത്മാവിനെ തരുന്നതെന്നാണ്. പരിശുദ്ധാത്മാവിനെ ആരാണ് തരുന്നത്? യോഹന്നാന്റെ സുവിശേഷം 7:37 ഉത്സവത്തിന്റെ മഹാദിനമായി എടുക്കുന്ന നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് എന്ന് പറയുന്ന പോലെ ജീവജലത്തിന്റെ നാഭികൾ ഒഴുകും. എന്നിൽ വിശ്വസിക്കുന്നവന്റെ പരിശുദ്ധാത്മാവ് പുറത്തു നിന്ന് അകത്തേക്ക് കയറേണ്ടതല്ല, അകത്തു നിന്ന് പുറത്തേക്ക് വരേണ്ടതാണ്. അങ്ങനെയാണ് അകത്തൊരുവൻ വരണം, നസ്രയനായ യേശു. യേശു നിന്റെ അകത്തുണ്ടെങ്കിൽ ആത്മനദി അവൻ ഒഴുക്കി വിടും. എന്റെ അരികിൽ വരിക, ഞാൻ ആത്മാവിനെ വിടാമെന്നല്ല കർത്താവ് പറഞ്ഞത്, എന്റെ അരികിൽ വരിക, ഞാൻ ആത്മനദി ഒഴുക്കി വിടാം. ആത്മാവിന് ഇവിടെ പുറത്തു
തരേണ്ട സ്വർഗത്തിലെ ദൈവമാണ്. Praise the Lord. Hallelujah. ആത്മാവിനെ തന്നെ ആർക്കാണ് അധികാരം? ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നിങ്ങൾ നഗരത്തിൽ മാറും. ഉയരത്തിൽ നിന്നാണ് ശക്തി വരുന്നതെങ്കിൽ തന്നത് ഉലകത്തിലുള്ള ആരുമല്ല, ഉയരത്തിലിരിക്കുന്നവനാണ്. ആരാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്? ശ്രദ്ധിച്ചു കേൾക്കണം. ഈ മാമോദിസയ്ക്ക് ശേഷം ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. പൂർവ്വം തൈലം എന്ന് പറഞ്ഞ സാധനം അതാണ് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ കൊടുത്തല്ല. ആരാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്? ചോദ്യത്തിന് നോക്കൂ. പ്രവാചക വരണ്യനായ ഏലിയ തന്റെ ശിഷ്യനായ എലീശ. ഏലിയാവ് എലീശയോട് ചോദിക്കുന്നു, ഞാൻ നിന്നിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടും മുമ്പ് ഞാൻ നിനക്ക് ചെയ്തു തരണം. വളരെ എലീശയുടെ മറുപടി എന്താ? നിന്റെ പ്രസംഗ വരെ എനിക്ക് തരൂ, നിന്റെ പ്രവചന വരെ എനിക്ക് തരൂ, നിന്റെ ലോകശാന്തി എനിക്ക് തരൂ. അതാണോ? അല്ല. എലീശ പറഞ്ഞു, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി ശക്തി എനിക്ക് വേണം എന്ന് പറഞ്ഞ അച്ചായൻ്റെ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് അച്ചായമേ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ഇരട്ടി പുറത്താണ് എന്ന് പറഞ്ഞാൽ എലീശയ്ക്ക് എന്തുണ്ടോ അതെല്ലാം നടക്കും. അഭിഷേകമുണ്ടോ അത്ഭുതം നടക്കും. അഭിഷേകമുണ്ടോ പ്രവചനം നടക്കും. അഭിഷേകമുണ്ടോ ഇന്ന് രാത്രിയിൽ ലോകശാന്തി നടക്കും. കൊടുത്തോ? ഈശോയുടെ മറുപടി, ഈ അല്പം വ്യാസമുള്ള കാര്യമാകും. പറഞ്ഞതിൻ്റെ അർത്ഥം ആത്മാവിനെ തരാൻ അധികാരമുണ്ട്. ആരാണ് ഏലിയാവ്? ഒറ്റ പ്രാർത്ഥനയാൽ മഴ പെയ്യുന്നത്, ഒറ്റ പ്രാർത്ഥനയാൽ മഴ പെയ്യിക്കുന്നവൻ, ഒറ്റ പ്രാർത്ഥനയാൽ കർമ്മത്തെ ഇറക്കുന്നവൻ, ഒറ്റ പ്രാർത്ഥനയാൽ ശവത്തെ ജീവിപ്പിക്കുന്നവൻ. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ കർമ്മേന്റെ തൊടിപിടിയിൽ എന്നും തീയിറങ്ങുമെന്നാണ് പറയുന്നത്. പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ ദൈവത്തിന്റെ മഴ ഇവിടെ പെയ്യുമെന്നാണ് പറയുന്നത്. പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ അനേക ജീവശവങ്ങൾ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ പ്രാർത്ഥനയാൽ മഴമേഘത്തെ തടയുന്ന, ഒറ്റ പ്രാർത്ഥനയാൽ മഴ പെയ്യിക്കുന്ന, ഒറ്റ പ്രാർത്ഥനയാൽ ശവത്തെ ജീവിപ്പിക്കുന്ന ഏലിയാവിന് ആത്മാവിനെ തരാൻ അധികാരമില്ല. ആർക്കുണ്ട് അധികാരം? ആർക്കും അധികാരമില്ല. അധികാരമുള്ള ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. നീ ദാഹിച്ചാൽ, നീ ചോദിച്ചാൽ മതിയെന്നും പറയുന്നത് തരാൻ എൻ്റെ കർത്താവിൻ്റെ മക്കളുണ്ട്. കുഞ്ഞെ ഇന്ന് രാത്രി നീ ചോദിക്ക്. നീ സഭ ആരാന്നൊന്നും തമ്പുരാൻ ചോദിക്കുന്നില്ല. കർത്താവേ, ഈ അത്യന്ത ശക്തി എൻ്റെ മൺകൂടാരത്തിൽ പകരണമെന്ന് ഈ രാത്രി ചോദിച്ചാൽ മതിയെന്നും പറയുന്നവരെ തരാൻ എൻ്റെ കർത്താവിൻ്റെ മക്കളുണ്ട് എന്നതൊക്കെ ശക്തിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. ഹല്ലേലൂയ. അവർ അയ്യന്റെ പുസ്തകം ഒരു ഭക്തനായിരുന്നു. വഴിയിലൂടെ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് യാഥാർത്ഥ്യമാക്കുകയും സത്യമാണെങ്കിൽ ഒരു ഭക്തനായോട് ദൈവശക്തി മൺപാത്രം അത്യന്ത ശക്തി പകരണം. ഇയാൾ കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മിന്നൽ കണക്ക് ദൈവശക്തി വ്യാപരിച്ചു. കാറ്റ് നിറച്ച റബ്ബർ പന്ത് പോലെ ഇയാൾ കൂടി ആ റൂമിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. ഇയാൾ കൂടി എഴുന്നത് വൈകുന്നേരം വരെ ആത്മീയ നൃത്തം നീണ്ടു. വൈകുന്നേരമായപ്പോൾ ഇയാൾ കൂടി വിളിച്ചു പോയി, കർത്താവേ മതി, കർത്താവേ മതി, ഇനിയും പകർന്നാൽ ഈ
മൺകൂടാരം ഒളിഞ്ഞു പോകും. ആ ക്ഷമറിയ, നീ വിമർശിക്കാതെ, നീ ആക്ഷേപിക്കാതെ, നീ പരിശുദ്ധാത്മാവിനെ കുറ്റം പറയാതെ മുട്ടിന്മേൽ നിന്ന് കരഞ്ഞു തുടങ്ങ്, പ്രാർത്ഥിച്ചു തുടങ്ങ്. കർത്താവേ, ഈ അത്യന്ത ശക്തി എൻ്റെ മേൽ പകരണമെന്നതും കരഞ്ഞു നോക്ക്. നീ മതിയെന്ന് പറയുന്നിടത്തരാ എൻ്റെ കർത്താവിൻ്റെ പക്കലുണ്ട്. എത്ര പേർക്ക് ദൈവത്തെ ആരാധിപ്പാൻ കേട്ടോ? വാഗ്ദത്തം നിനക്കുള്ളതാ, വാഗ്ദത്തം നിന്റെ സന്തതിക്കുള്ളതാ. ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതത്രേ. എല്ലാവരും കൈകളടിച്ച് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ തന്നെ ആർക്കും അധികാരമില്ല. അവന് അധികാരം ഉയർത്തിയിരിക്കുന്നവൻ. ഞാനിത് പാസ്റ്ററോട് പറയാൻ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം നടത്തിയൊരു കല്യാണത്തിന് വെച്ച ആത്മാവിൽ ആരാധിച്ചു. വയറിലായി അതിൻ്റെ അടി വന്ന് എഴുന്നതെല്ലാം ഗുണപ്പെടാതെ വന്നുകൊണ്ട് വിചാരില്ല. ഞാനിവിടെ പരിശുദ്ധാത്മാവ് എൻ്റെ മുമ്പിൽ ഈ മോനച്ചനോട് ചോദിച്ചിട്ടാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. കാറ്റ് ഇഷ്ടമുള്ള തൂന്നുവെന്ന് എപ്പം വേണേലും ഊന്നും. ഇന്ന് രാത്രി അതത് ഇവിടെ ഊതിക്കൊണ്ടേയിരിക്കുക. എന്താ കർത്താവിന്റെ വചനം നമ്മൾ പറഞ്ഞത്? വരിക എന്ന് ആത്മാവ് പറയുന്നു, വരിക എന്ന് മണവാട്ടി പറയട്ടെ. സ്തോത്രം. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഞാനിപ്പം പറഞ്ഞ വെളിപ്പാട് 22:17 വാക്യം. ലൂക്കോസ് 11:13. ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ തന്റെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ പറഞ്ഞേ ഇത്രയറിയപ്പെടും. പെന്തക്കോസ്തുകാരുടെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ അങ്ങനെ നിന്നു. കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ അത് വിളിച്ച് പറയുന്നത് എന്തുവാ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? യേശുക്രിസ്തു പറയട്ടെ, മറന്നു പോയോ? യേശുക്രിസ്തു പറഞ്ഞ ഉറക്കം പറഞ്ഞ് ഭാവികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശുക്രിസ്തു രാജാവായി വേഗം വരുന്നു നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ. അതല്ല പണ്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറയും കാത്തിരിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. കാത്തിരിപ്പ് യോഗം ഉണ്ടായി. ഈ യോഗക്കാർക്ക് എങ്ങാനും ഉണ്ടെങ്കിലോ കാത്തിരിപ്പ്. നമ്മുടെ പിള്ളേർ നിങ്ങളെയൊക്കെ എനിക്ക് കണ്ട് സന്തോഷം തോന്നും. പരിശുദ്ധാത്മാവ് എന്താണെന്ന് പോലും പിള്ളേർക്കറിയും. പണ്ട് കല്യാണം ആലോചിക്കാൻ പെന്തക്കോസ്തുകാരൻ ചെല്ലുമ്പോൾ ചോദിക്കും, പെണ്ണിനോട് ചോദിക്കും, രക്ഷിക്കപ്പെട്ടതാണോ, സ്നാനപ്പെട്ടതാണോ? ഈ എല്ലാളാ കല്യാണം കൊണ്ട് വരുന്നത്. ആ പുള്ളി കേക്ക് പൂക്കൊണ്ട് ഒരാൾ ചോദിച്ചിട്ട് എല്ലാളിനോട് ഒരാൾ കയറി ചോദിച്ചു, പെണ്ണ് അഭിഷേകം പ്രാപിച്ചാണോ എന്ന്. എല്ലാൾ പറഞ്ഞു അവൾ അതിന് മാറുന്നില്ല, അവൾ അതിനും മാറത്തില്ലെന്ന് പറഞ്ഞാൽ അതിന് വിളിക്കുകയാണോ പറഞ്ഞു. പണ്ട് പ്രസംഗത്തിനിടയിൽ ഒരാള് പ്രസംഗമെല്ലാം പുതുതായി രക്ഷിക്കപ്പെട്ട് വന്ന ഒരാൾ മൈക്കിലും വന്ന് പുറത്തുള്ളതാണ്. അങ്ങേരോട് ചോദിച്ചു, അച്യുതൻ ചേട്ടാ ഭൂത ഏറ്റെടുത്തു പറഞ്ഞു. ഞാനൊന്നും എടുത്തില്ല കൊച്ചനെ, അവിടെ കാണും നോക്കണം. നമ്മുടെ ഇതും നമ്മുടെ ഭാഷയിൽ ഇതുപോലത്തെ അവസ്ഥയായിരുന്നു പെന്തക്കോസ്തുകാരൻ. വിഷയം എന്നായിരുന്നു അവനറിയില്ല. അന്യഭാഷയിലും ആത്മനിറവിലും ആരാധിക്കുന്നത് അഭിമാനമായി നിന്റെ തലമുറ കാണണം. നിന്റെ തലമുറ നിന്റെ കയ്യിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അവരഭിഷേകം പ്രാപിച്ചെന്ന് ഉറപ്പ് പ്രാപിക്കണം. നിങ്ങളുടെ മക്കൾ ഡോക്ടറാകും നല്ല കാര്യമാ, എൻജിനീയറാകും നല്ല കാര്യമാ. അതിനേക്കാൾ നല്ലൊരു കാര്യം പറയാം, നിന്റെ കൺമുമ്പിൽ വന്ന് നിന്ന് നിന്റെ ആരാധിക്കുന്ന ഓളിൽ മുട്ടിന്മേൽ നിന്ന് നിന്റെ തലമുറ അന്യഭാഷയിൽ കൈയടിച്ച് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന കാണുമ്പം നിന്റെ കണ്ണുകൾ നിറഞ്ഞ കവിഞ്ഞ ഒഴുകണം. ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യത. സ്തോത്രം. അതിനാ ഇത് പ്രസംഗിക്കുന്നത്. എനിക്ക് ഈ ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങളെ മക്കളെ രണ്ടുപേരെ അമ്മമാരെ ഇവിടെ ആരാധിച്ചപ്പോൾ ഞാൻ ഇതൊക്കെ ഞങ്ങൾ നിർത്തിക്കും. അവരവിടെ നിന്ന് ആരാധിക്കുന്നതാണ്. രാവിലെ ദാസന്മാരായി ഞങ്ങൾ വന്നപ്പോൾ എന്തോ ഭവ്യതയോടെ വന്ന് സ്വീകരിക്കുന്നു. ലോകം മുഴുവൻ പോകുന്ന ഞങ്ങളിതൊക്കെ നോക്കും. കാരണം ഈ
ഒരു സുവിശേഷകൻ ഏത് കാലഘട്ടത്തിലും, ഞാൻ ചെയ്യുന്ന കല്യാണമൊക്കെ ഒത്തിരി വയറിലാണ് നിങ്ങൾ കാണുന്ന, ഒരു സുവിശേഷകൻ ഏത് കാലഘട്ടത്തിലും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സുവിശേഷ പ്രസംഗം ദൈവകൃപയിൽ ജീവിക്കുന്നവരുടെ മക്കളാണ്. അല്ലെ നാട്ടുകാർ പറയും, മക്കളെ കേട്ടോണം, നിങ്ങൾ ലോകം മുഴുവൻ നന്നാക്കാൻ നടന്നു, പക്ഷെ അയാൾക്ക് വീട് നന്നാക്കാനൊന്നും. ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങൾ ആൺപിള്ളാരാ, ഒരു വിദ്യാഭ്യാസം ഉള്ളവരാ, ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടത് എനിക്ക് സന്തോഷം. നിങ്ങളുടെ തലമുറയും അങ്ങനെയായിരിക്കണം. വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാ, വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാ, നിങ്ങളുടെ മക്കൾക്കുള്ളതാ. ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതത്രേ. ഞാൻ ഈ പറയുന്ന വാക്യം ഒന്ന് കുറിച്ചെടുത്തോണം. എന്നിട്ട് ഇപ്പൊ എല്ലാവർക്കും കൂടെ തുറക്കാനൊക്കെ ഒക്കെങ്കിൽ തുറന്നോ. ഞാൻ പല വേദി പറയാറുണ്ട്. യെശയ്യാവ് 59:21 വാക്യം മോളെ ഒന്ന് വായിച്ചേരെ. ഞാൻ ഇതൊക്കെ പരിശുദ്ധാത്മാവി പറയാം, നമ്മുടെ സമയം വളരെ പോകുന്നു. യെശയ്യാ പ്രവചനം വേറെ ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോയത്. യെശയ്യാ പ്രവചനം 59 അധ്യായം 21 വാക്യം വായിച്ചു. പുസ്തകം തുറന്നെങ്കിൽ തുറന്നവരെല്ലാം പേന കൊണ്ടുവന്ന് ഒന്ന് വരച്ചേരെ, ഇല്ലേ വീട്ടിൽ പോയിട്ട് വരയ്ക്കണം. വായിക്കും മോളെ. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന വചനവും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകില്ലെന്ന് കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറ. ഒരു കരം നെഞ്ചോട് ഉയർത്തി പിടിച്ചേ, മറുകര സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ മാതാക്കളും എല്ലാ പിതാക്കന്മാരും കർത്താവിനോടൊന്ന് കരഞ്ഞു പറഞ്ഞേ, കർത്താവേ, എന്റെ മേലുള്ള നിന്റെ ആത്മാവും എന്റെ വായിൽ നീ തന്ന വചനവും എന്റെ വായിൽ നിന്നും എന്റെ സന്തതിയുടെ വായിൽ നിന്നും എന്റെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുമാറരുത്. കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ഓ മാ ശഖ മാ റഥന ഉഡമാ ശകിൽഖ ഹംതുനി ഹംതുര യാന. എന്റെ മേലുള്ള നിന്റെ ആത്മാവും എന്റെ വായിൽ നിന്ന് വചനവും എന്റെ വായിൽ നിന്നും എന്റെ സന്തതിയുടെ വായിൽ നിന്നും എന്റെ സന്തതിയുടെ വായിൽ നിന്നും വിട്ടു മാറരുത് എന്ന് നീ പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരിക്കണം. നിന്റെ വായിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരിക്കണം. നിന്റെ വായിൽ ദൈവത്തിന്റെ വചനം ഉണ്ടായിരിക്കണം കേട്ടോ. ഞാൻ കൂടെ പറയും, ദൈവം നമ്മെ അനുഗ്രഹിച്ചതിന്റെ തെളിവ് നമ്മുടെ കെട്ടിടത്തിന്റെ വലിപ്പമല്ല, നമ്മുടെ കാറിന്റെ വിലയല്ല, നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ല. ദൈവം നമ്മെ അനുഗ്രഹിച്ചതിന്റെ തെളിവ് നാം സേവിക്കുന്ന ദൈവത്തെ നമ്മുടെ തലമുറ സേവിക്കുന്നതാണ്. നാം എടുത്ത പുസ്തകം നമ്മുടെ തലമുറ എടുക്കുന്നതാണ്. സമയം തീർന്നു. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ എന്നോട് ചോദിക്കുന്നവർക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ അതെങ്ങനെ ദൈവം കൊടുക്കുന്നേ? ഫ്രീ ആയിട്ട് കൊടുക്കുക, സൗജന്യമായി കൊടുക്കുക. പരിശുദ്ധാത്മാവ് മാത്രമല്ല, ദൈവം കൊടുക്കുന്നതെല്ലാം ദാനമാണ്. രക്ഷ ദൈവത്തിന്റെ ദാനം, നിത്യജീവൻ ദൈവത്തിന്റെ ദാനം, സ്വർഗം ദൈവത്തിന്റെ ദാനം, ഓക്സിജൻ ദൈവത്തിന്റെ ദാനം. ഓക്സിജന് വില കൊടുത്ത് മേടിക്കണമായിരുന്നു എത്ര കോടി കൂടെ വേണമല്ലോ. സ്തോത്രം. ആ കണക്കൊന്നും ഇവിടെ പറയാൻ നേരമില്ലെന്ന് പറഞ്ഞ് ഓടിച്ചു വിടുക. ദൈവം തരുന്ന എല്ലാം ദാനമാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു അച്ഛൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, അച്ഛോ, സ്വർഗം കിട്ടുമെന്നാ എൻ്റെ ധാരണ. അതെന്താ നിന്റെ ധാരണ? അങ്ങനെ അതെല്ലാം കാണുന്ന പള്ളി ഞാൻ പണിതാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ചോദിച്ചാൽ എത്ര പൗണ്ട്? അവൻ കേട്ടില്ല. എത്ര പൗണ്ട് ആയടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു 25,000 പൗണ്ട് ആയത്. അച്ഛൻ ഇങ്ങനെ ഞൊട്ടയൊക്കെ ഇട്ടിട്ട് പറഞ്ഞു, 25,000 പൗണ്ടിന് ദൈവ സ്വർഗം വിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ദരിദ്രനല്ല ദൈവം. പള്ളി പണിത് കൊടുത്തത് കൊണ്ട്, നമ്മുടെ ഇവിടെ നേർച്ച കൺവെൻഷൻ ഉണ്ട് അല്ലേ, ഞാൻ ഒത്തിരി പ്രസംഗിക്കുന്നത്. പള്ളി പണിത് കൊടുത്തതുകൊണ്ട്, കൺവെൻഷൻ നടത്തിയത് കൊണ്ട്, സെമിത്തേരിക്ക് പെയിന്റ് അടിച്ചത് കൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല. ക്രൂശിൽ മരിച്ച കർത്താവിനെ നിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഉപദേശത്തിന്റെ വിശുദ്ധിയിൽ, ജീവിതത്തിന്റെ വിശുദ്ധിയിൽ കർത്താവിനെ ആരാധിച്ചാൽ കാഹളം ധ്വനിക്കുമെന്ന് നീ എടുക്കപ്പെടും, അല്ലെ കൈവിടപ്പെടും. രക്ഷ ദൈവത്തിന്റെ ദാനമാ, നിത്യജീവൻ ദൈവത്തിന്റെ ദാനമാ, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാ. അതെന്താ ദൈവം ദാനം കൊടുക്കുന്നേ? ഇങ്ങോട്ട് നോക്കിക്കേ. കാരണം ദൈവം തമ്പുരാനെ, പരിശുദ്ധാത്മാവിനെ വില നിശ്ചയിച്ചാലേ വാങ്ങിക്കാൻ നിന്റെയിലും എന്റെയിലും കാശില്ല.
ദൈവം വില നിശ്ചയിച്ചാൽ വാങ്ങാൻ കാശില്ല. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം തമ്പുരാൻ പരിശുദ്ധാത്മാവിനെ കൊടുത്താൽ ടാറ്റായ്ക്കും ബിർളായ്ക്കും ഇവിടത്തെ ആരൊക്കെ അന്താനിയോ അവർക്ക് പോലും ഓരോ സ്പൂണ് കിട്ടത്തില്ല. പിന്നെ പാവപ്പെട്ട നമ്മുടെ കാര്യം പറയണോ? ദൈവം ഇത് ദാനം നൽകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാവപ്പെട്ട നമുക്ക് ആവോളം പ്രാപിപ്പാനിടയായല്ലോ. ഇത് മാത്രമല്ല, രക്ഷ ദൈവത്തിന്റെ ദാനമാ. രക്ഷദാനമായിട്ട് മുതൽ മുടക്കില്ലെന്ന് ചിന്തിക്കരുത്. ഇതിന്റെ വില വലുതാണ്. സ്വർഗത്തെക്കാൾ ഉന്നതനായ, ദൂതന്മാരെക്കാൾ ഉന്നതനായ കുഞ്ഞാടന്റെ രക്തം, വിലയേറിയ രക്തം, വിലയേറിയ രക്തം, വിലയേറിയ രക്തം. ആ വിലയേറിയ രക്തത്താലാണ് ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. സ്തോത്രം. ഞാൻ കൂടെ പറയും, ഈ ലോകത്തിലെ സകല സ്വർണവും സകല വെള്ളിയും ഗ്ലാസിന്റെ ഒരു തട്ടിൽ വെച്ചിട്ട് മറുതട്ടിൽ നമ്മുടെ കർത്താവിന്റെ രക്തത്തിന്റെ ഒരു തുള്ളി ഒഴിച്ചാൽ ആ തട്ടിനായിരിക്കും ഭാരം കൂടുതൽ. നിനക്കിത് സൗജന്യം തരുന്നെങ്കിലും ഇത് വിലയില്ലാത്തതല്ല. വാങ്ങാൻ നിന്റെ കാശില്ല. കൈ ഉയർത്തി സന്തോഷത്തോടെ സ്തോത്രം പറയും. മറ്റു ചില കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പരിശുദ്ധാത്മാവിനെ കുറിച്ച്. പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമാണോ? ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ ആത്മശക്തി ആവശ്യം. കൈ കൊടുത്ത് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടാ. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. നിത്യജീവൻ ദൈവത്തിന്റെ ദാനമാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ ആത്മശക്തി ആവശ്യമില്ലാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശു കർത്താവായിരുന്നു. യേശു ആത്മാവിന്റെ ശക്തിയോട് ഗലീല വിട്ടു മടങ്ങി. യേശുവിന് ആത്മശക്തി ആവശ്യമാണ്. നിങ്ങൾക്കും എനിക്കും എത്രയേറെ ആവശ്യമാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ സ്നാനപ്പെടാത്ത ഒരാളുണ്ടായിരുന്നത് യേശുവാ. യേശു സ്നാനപ്പെട്ടെങ്കിൽ നമ്മൾ എത്രയധികം സ്നാനപ്പെടണം. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ കരയേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവാ. യേശു കരഞ്ഞെങ്കിൽ നമ്മൾ എന്തുമാത്രം കരയണം. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ഉപവസിക്കേണ്ടാത്ത ഒരാളുണ്ടായിരുന്നു യേശുവാ. യേശു ഉപവസിച്ചെങ്കിൽ നമ്മൾ എത്രയധികം ഉപവസിക്കണം. യേശു സ്നാനപ്പെട്ട നിന്നേക്കാൾ പാപിയായിട്ടല്ല, നീ അനുഗമിപ്പാൻ നല്ലൊരു മാതൃക കാണിക്കുകയായിരുന്നു. ഒന്ന് കൈകൾ ഉയർത്തിയ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രവചനവും കൂടെ. അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് വേഗത്തിൽ ഞാൻ നിർത്താം. ഒത്തിരി പ്രവചന വാക്യം വായിക്കൊണ്ട് യെശയ്യാ പ്രവചനം 32-ാം അധ്യായം 15-ാം വാക്യവും 14-ാം വാക്യവും. ആദ്യം 15 പിന്നെ 14 വായിക്ക്. 22-ന്റെ 10-ാം വാക്യവും നമ്മളത് വായിച്ചാട്ട്. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. അതിന് 14-ാം വാക്യം വായിച്ചാട്ട്. അരമന ഉപേക്ഷിക്കപ്പെടും, അരമന ഉപേക്ഷിക്കപ്പെടും. ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി. അവിടെ ഒരു പ്രവചനമാണ്. 22-ന്റെ 10. വിക്കി വിക്കി പറഞ്ഞ അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകും സ്വസ്ഥത. ഇത് പ്രവചനമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു, യേശു ജനിക്കും, അവൻ ജീവിക്കും, മരിക്കും, ഉയർക്കും. പ്രവചനമുള്ളതുപോലെ പരിശുദ്ധാത്മ വർഷണം നിങ്ങൾ കാണുന്ന ഇത് പ്രവചനമാണ്. യോവേൽ 2:28 അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും ആത്മാവിനെ. ഇത് പ്രവചനമാണ്. ആ പ്രവചനം നിവർത്തി. അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഉയരത്തിൽ നിന്ന് നമ്മുടെ മേൽ ആത്മാവിനെ പകരുകൂടം തന്നെ. എഴുതിയിരിക്കുന്ന പല കാര്യമുണ്ട്. ഉയരത്തിൽ നിന്ന് ആത്മാവ് വന്നാൽ അരമന ഉപേക്ഷിക്കപ്പെടും. ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമാകും. നിർജ്ജന നഗരം ജനപുഷ്ടിയാൽ നിറയും. ഈ ശരിക്ക് ആത്മാവ് വന്നാൽ അരമനകളോട് ടാറ്റ പറയും. മനസ്സിലായോ? ഞങ്ങളുടെ മേലൊക്കെ ആത്മാവ് വന്നുകൊണ്ട് അരമനകളോട് ടാറ്റ പറയും. ഇന്ന് ആത്മാവ് വന്നിട്ടും അരമന ചുറ്റിപ്പറ്റി പറ്റുന്നില്ല. എൻ്റെ അപ്പനെയൊക്കെ സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ മുടക്കിയതാ ഈ പള്ളിക്കാരൊക്കെ. ഇപ്പൊ അവര് പറയുന്നത് എവിടെ വേണേലും പോയി മുങ്ങിക്കോ, പക്ഷെ ഇവിടെ മുങ്ങിക്കണോ? അങ്ങനെ പലയിടത്തും പോയി മുങ്ങി അവിടെ മുങ്ങി നിൽക്കുക. അട്ട് മുക്കി വിടാൻ കുറെ ഉപദേശിമാരുണ്ട്. എന്നിട്ട് കുമ്പനാട് പോയി ഒരു തമ്പേറും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഭയങ്കര കൊട്ട പറവോനു ഞാടിമയല്ല പറവോനെ തിണ്ണക്കിരുന്ന ഇത് പൊട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുമെന്ന് എനിക്കറിയുന്നില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കൂട്ടായ്മക്കാരോട് ശനിയാഴ്ച വരെ മുട്ടിമേന്നത് ഭയങ്കര രക്തത്താൽ ചെയ്യും. അന്യഭാഷയൊക്കെയ ഞായറാഴ്ച അവരുടെ ആത്മാവും പമ്പ കിടക്കും. നീ പ്രാപിച്ചത് പരിശുദ്ധാത്മാവാണ്. ഞായറാഴ്ച കുർബാന മധ്യത്തിൽ അന്യഭാഷ പറഞ്ഞേക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് ഇവിടെ വല്ലവരെ പേടിയുണ്ടോ? പരിശുദ്ധാത്മാവിന് ഭൂമിയിൽ ഒരുത്തരേ പേടിയില്ല. ബ്രസീൽ എന്ന രാജ്യം
കത്തോലിക്ക രാജ്യമായിരുന്നു. ഇപ്പോൾ ആ രാജ്യം പെന്തക്കോസ്ത് രാജ്യമായി മാറിക്കൊണ്ടിരിക്കും. അവിടെ ശക്തമായി ആത്മീയ വളർച്ച നടക്കുക. ഇപ്പം ഇവിടുത്തെ അൽബനിയിൽ നടന്നില്ലേ, ഒരു പാവപ്പെട്ടവനെ ദൈവം ഉപയോഗിച്ചു, സാധാരണക്കാരനെ, ഒരു വർഷവും ജീവനക്കാരനെ. അതിന് വലിയ പ്രസംഗപാഠമൊന്നുമില്ല, പക്ഷെ അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതലുകൾ നടക്കുകയാണ്. ദൈവം അങ്ങനെ സന്ദർശിക്കും. ദൈവദാസൻ പ്രാർത്ഥിച്ച പോലെ നമ്മൾ അതിനായി പ്രാർത്ഥിക്കുന്നത് ഇവിടെ ഉണർവ് നടക്കാനാണ്. ഇവർ അപ്പം ഈ മനുഷ്യൻ വലിയൊരു ക്രൂസിൽ നടക്കുകയാണ്. ഇങ്ങനെ ശ്രദ്ധിക്കൂ, ഞാൻ വേഗം നിർത്താം. അപ്പൊ ഈ എനിക്ക് ഒത്തിരി പോകണമെന്ന് പറയാനുണ്ട് സഹോദരം. അപ്പൊ ഈ ബാപ്റ്റിസ്റ്റ് സഭയുടെ ഒരു പാസ്റ്റർ, ബാപ്റ്റിസ്റ്റ് സഭ 1000 അംഗങ്ങളൊരു സഭയുണ്ട്. ബാപ്റ്റിസ്റ്റ് സഭ എന്ന് പറഞ്ഞാൽ പലതുണ്ട്. ബാപ്റ്റിസ്റ്റ് സഭ ആത്മാവ് ഉള്ളതുകൊണ്ട് ആത്മാവില്ലാത്തതുണ്ട്. അത്ഭുതം നിന്നെന്നും പറയുന്നവരുണ്ട്, ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. അഭിഷേകം നിന്നു പോയെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ആശാരിയോട് ആരാണ്ട് പറഞ്ഞു, ആശാരിപദേശിയോട് അത്ഭുതം നിന്നെന്ന്. അപ്പൊ ആശാരി പറഞ്ഞു, അത്ഭുതം നിന്നേ, നിനക്ക് നിന്റെ പെണ്ണും പിള്ളയ്ക്കുക, എനിക്കും എന്റെ പെണ്ണുങ്ങൾക്ക് അത്ഭുതം നിന്ന്. ആശാരിപദേശി അറിയത്തില്ലേ സോദര? എന്താ പറയുക, അന്യഭാഷ നിന്നെങ്കിൽ ഞങ്ങൾക്ക് നിന്നിട്ടില്ലെന്ന്. കാരണം ആത്മാവിൽ തുടങ്ങിയതേ ഉള്ളൂ. കൈവർത്തി സന്തോഷത്തോടെ സോദരൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ 1000 അംഗങ്ങളുള്ള ബാപ്റ്റിസ്റ്റ് സഭയുടെ പാസ്റ്റർ ഈ ഉണർവ് യോഗം, ഭയങ്കര ഉണർവ് നടക്കുക. അപ്പൊ അദ്ദേഹത്തെ അവിടെ എന്താ നടക്കുന്നത് കാണാൻ ചില ആളുകളുണ്ടല്ലോ, കുറേ വന്നിരിക്കുക വാക്കി കൊടുക്കാൻ, അന്യഭാഷ എഴുതിയെടുക്കാനൊക്കെ വരുന്നവരുണ്ട് പണ്ടും. അപ്പൊ ഇദ്ദേഹം 1-ാം ദിവസം വന്നു, 2-ാം ദിവസം വന്നു, 3-ാമത്തെ ദിവസം ബാപ്റ്റിസ്റ്റ് സഭയിലെ പാസ്റ്ററെ കയറി പരിശുദ്ധാത്മാവ് കയറി പിടിച്ചു. ഇതാ ഇതിന്റെ പ്രത്യേകത. സുവിശേഷത്തെ പിടിക്കാൻ വരുന്നവനെ സുവിശേഷം കയറി പിടിക്കും. അയാൾ ആത്മനിർഭരം പ്രാപിച്ചു, അന്യഭാഷ ദൈവത്തെ സ്തുതിക്കാത്തവൻ. പിറ്റേ ഞായറാഴ്ച, ഇത് സംഭവം ആക്സിമാക്സിമം സംഭവം പറയാം. പിറ്റേ ഞായറാഴ്ച അയാൾ ചർച്ചിൽ ചെന്ന് പറഞ്ഞതേ, അവിടെ നടക്കുന്ന പെന്തക്കോസ്ത് യോഗം കാണാൻ ഞാൻ പോയതാ. 1-ാം ദിവസം പോയി, കുറ്റമല്ല എഴുതിയെടുത്ത് ചോദ്യം ചോദിക്കാൻ പോയതാ. 2-ാം ദിവസം പോയി, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തിയാൽ ദൈവം എന്നെ നിറച്ചു. അതാണ് പെന്തക്കോസ്തിന്റെ പ്രത്യേകത. ഇതിനെ പിടിക്കാൻ വരുന്നവനെ ഇത് കയറി പിടിക്കും. ഹല്ലേലൂയ! എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? എന്നിട്ട് അയാൾ എഴുന്നേറ്റ് എന്ന് പറയുന്നേ, നിങ്ങളെ ആരെയും ഞാൻ വിളിക്കുന്നില്ല, ഇന്ന് മുതൽ ഞാൻ പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് സാക്ഷ്യം വഹിപ്പാൻ ഈ ഹോള് വിട്ട് ഞാൻ ഇറങ്ങുകയാണ്. മാർക്സിൽ എഴുതിയത്, സഭയിലെ 1000 വിശ്വാസി ചാടി എഴുന്നേറ്റു. ഞങ്ങളുടെ പാസ്റ്റർ പ്രാപിച്ച ശക്തി യാഥാർത്ഥ്യമെങ്കിൽ അതിനായി ഞങ്ങളും സമർപ്പിക്കുകയാണെന്ന്. ആത്മാവ് വരുമ്പോൾ അരമ്മന ഉപേക്ഷിക്കപ്പെടും. ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമാകും. ഈ ഓളൊക്കെ ശൂന്യമായി ഒരിക്കൽ കിടന്നതാ. പരിശുദ്ധാത്മശക്തി വ്യാപിച്ചപ്പോൾ ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. കണ്ടോ, നിന്റെ ഓളിൽ ആത്മശക്തി വ്യാപരിച്ചാൽ പലയിടത്തു നിന്നും ആളുകൾ ഒഴുകി ഇതിനകത്തേക്ക് വരും. എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ. ഞാൻ പോവുകയാണ്. മശിഹായുടെ 1-ാം വരവ് കാത്തിരുന്ന ശിമോൻ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. മശിഹായുടെ 2-ാം വരവ് കാത്തിരിക്കുന്ന നിന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി അതിനെ ഏൽപ്പിക്കപ്പെടണം. ശിമോന്റെ അടുത്ത പ്രത്യേകത എഴുതിയിരിക്കുന്നത്, അവൻ നമ്മളെ അത് വായിച്ച 27-ാം വാക്യം ഒന്ന് വായിച്ചാൽ പെട്ടെന്ന് വായിച്ച മോളെ. 26-ാം വാക്യം വായിച്ച 26-ാം വാക്യം അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ അവൻ അവനെ കയ്യിൽ ഏന്തി ദൈവത്തെ പുകഴ്ത്തി. അപ്പോൾ അവൻ അരുളപ്പാട് പ്രാപിക്കുന്നവനായി, അവൻ കാത്തിരിക്കുന്നവനായി. രണ്ടും സമയത്ത് സംസാരിക്കേണ്ടതാണ്. ശിമോൻ അരുളപ്പാട് പ്രാപിച്ചവനായിരുന്നു. എന്താണ് അവൻ അരുളപ്പാട് പ്രാപിച്ചത്? ദൈവം ഒരിക്കൽ രക്ഷയെ കാണും മുമ്പ് മരണം ആസ്വദിക്കയില്ലെന്ന് അവൻ പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാട് പ്രാപിച്ചു. എൻ്റെ മുഖത്തൊക്കെ നോക്കിയിരുന്നാണ് എല്ലാവരും ബൈബിളൊക്കെ അടിച്ച് നീനോട് നോക്കിയോ. അവൻ കാത്തിരിക്കുന്നവനായിരുന്നു. എന്താ കാത്തിരുന്നത്? മശിഹായുടെ വരവ് കാത്തിരിക്കുന്നവനായി. കൈ ഉയർത്തി സന്തോഷത്തോടെ സ്തോത്രം പറ. ഈ ഇരിക്കുന്ന ദൈവജനം അരുളപ്പാട് പ്രാപിച്ചവരാണ്. നമ്മൾ കാത്തിരിക്കുന്നവരാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാജാതിരാജാവായി വരുമെന്ന് നമ്മൾ കാത്തിരിക്കുക. ഞങ്ങളുടെ പ്രതീക്ഷ വരാനുള്ള രാജ്യമാ. നിന്റെ രാജ്യം വരണമേ. ഈ കാണുന്നത് താൽക്കാലികമാ, കാണാത്ത നിത്യമാ. ഈ ലോകരാജ്യം അസ്തമിക്കാറായി, മേലോകരാജ്യം വേഗമിതാഗമിക്കാറായി. ഈ ലോകരാജ്യം അസ്തമിക്കാറായി, മേലോകരാജ്യം വേഗമിത ആഗമിക്കാറായി. പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്നെ, പാപമില്ല പരിശുദ്ധൻ
പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്റെ പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിടും. പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിടും. വീണ്ടെടുക്കാൻ കൂട്ടാക്കി ലാസ്റ്റ് ഒരു പാട്ട് പാടി ആരാധിക്കുക. ഞാൻ നിർത്താൻ പോയി. ശിമോൻ കാത്തിരിക്കുന്നവനായിരുന്നു. അവൻ അരുളപ്പാട് പ്രാപിച്ചവനായിരുന്നു. എന്താ പ്രാപിച്ച അരുളപ്പാട്? ദൈവം ഒരുക്കിയ രക്ഷയെ കാണും മുമ്പ് മരണം ആസ്വദിക്കുകയില്ല. എൻ്റെ മുഖത്തോട്ട് നോക്കി ശിമോന്റെ കണ്ണു കുഴിഞ്ഞു, കവളൊട്ടി, ശരീരം ചുക്കിച്ചുളിഞ്ഞു, ദേഹബലം ക്ഷയിച്ചു. കണ്ണു മങ്ങിയെങ്കിലും മങ്ങാത്ത ഒന്നുണ്ടായിരുന്നു. അതവന്റെ വിശ്വാസമായിരുന്നു. ദേഹബലം ക്ഷയിച്ചെങ്കിലും ക്ഷയിക്കാത്ത ഒന്നുണ്ടായിരുന്നു. അതവന്റെ പ്രത്യാശയായിരുന്നു. രാത്രി ഇവിടെ വന്ന ദൈവമൈതലേ, ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും നിന്റെ മേലുള്ള അഭിഷേകം നഷ്ടപ്പെടരുത്. ആദ്യ സ്നേഹം നഷ്ടപ്പെടരുത്. പ്രത്യാശ നഷ്ടപ്പെടരുത്. പത്രോസിനെ നോക്ക്. യാക്കോബിനെ കൊന്നു പത്രോസിനെ കൊല്ലാനിട്ടിരിക്കുക. പക്ഷെ അന്ന് രാത്രി അവൻ ഉറങ്ങി. നാളെ നിങ്ങളെ കൊല്ലുമെന്ന് വേണ്ട, നിങ്ങൾ ഉറങ്ങും. ഉറങ്ങി. എന്താ ഉറങ്ങാൻ കാര്യം എന്നറിയാമോ? വാഗ്ദത്തത്തിന്മേലുള്ള ഉറപ്പ്. കർത്താവ് പറഞ്ഞു, നീ ബാലനായിരുന്നപ്പോ ഇഷ്ടമുള്ള വഴി പോയി, നിവൃത്തനായ ശേഷം മറ്റൊരുത്തൻ നിന്റെ അരകെട്ടും ഇഷ്ടമില്ലാത്ത വഴി പോവും. ഇത് പറഞ്ഞപ്പോ അവന്റെ ഉള്ളിൽ എന്നാ കയറിയെന്നറിയാമോ? ഞാനിപ്പോഴങ്ങ് ചാകില്ല, വൃത്തനായേ ഞാൻ മരിക്കുള്ളൂ. രാത്രി ദൈവവേദലേ, നീ വാഗ്ദത്തത്തിൽ കയറി പിടിച്ചോണം. വാഗ്ദത്തം നിവർത്തിക്കും വരെ ദൈവം നിന്നെ ഇവിടെ നിർത്തും. ഒരിക്കൽ ഒരാളെന്നോട് ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി ഒരിക്കൽ ഫോണിൽ ചോദിച്ചു. ഒരു ആയുർവേദ ഡോക്ടറാ, എത്രയോ നാളായി ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു മറുപടി ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു, സഹോദരി, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ അവൾ എന്നോട് ചോദിച്ചു, ഇനി എന്നാ പ്രവർത്തിക്കുന്നേ? എൻ്റെ കണ്ണടഞ്ഞ ശേഷമാണോ? പരിശുദ്ധാത്മാവ് പറഞ്ഞു, അവളോട് പറ, ദൈവമാണ് നിന്നോട് വാക്കു പറഞ്ഞതെങ്കിൽ അതിന്റെ നിവർത്തി കാണാതെ നിന്റെ കണ്ണടയാ ദൈവം സമ്മതിക്കത്തില്ല. ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചോണ്ട് പറ, വാഗ്ദത്തം നൽകിയത് ദൈവമാണെങ്കിൽ അതിന്റെ നിവർത്തി കാണാതെ കണ്ണടയാൻ ദൈവം സമ്മതിക്കില്ല. സാറ് ഇവിടെ അധ്യാപകനായി വന്ന് ഇന്ന് രാവിലെ തന്നെ അനുഭവം പറഞ്ഞു. ഇവിടെ എല്ലാം കയറി ഇറങ്ങി വിജയനം അറിയിച്ചു. അനേകരാട്ടി ഓടിച്ചു, ആക്ഷേപ വാക്ക് പറഞ്ഞു, ഭ്രാന്തരെന്ന് വിളിച്ചു. വിദ്യാഭ്യാസമുള്ള ഈ മനുഷ്യൻ ഓടി നടന്നു. പക്ഷെ ഇന്ന് കൺമുമ്പിൽ ഈ ജനത്തെ കണ്ട് ദൈവത്തെ സ്തുതിപ്പാനിടയായില്ലേ? വാഗ്ദത്തമുള്ള നിന്നെ തകർക്കാൻ പിശാചിന് കഴിയില്ല. കണ്ണുകുഴിഞ്ഞ് കവളൊട്ടി എല്ലുത്തി. പക്ഷെ ശിമോനോട് ചോദിക്കും, എന്നോട് ചോദിക്കേ, എന്തേ കിളവാ നിന്റെ മഷിക? എത്ര കാലമായി പറയുന്നു മഷിക വരും വരും. ശിമോന്റെ മറുപടി, അവൻ വരും, അവൻ വരും. അന്യനല്ല, സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും, ഞാൻ അവനെ കാണും. രാത്രി എന്റെ പ്രഭാഷണം നിർത്തുക. അടുത്ത ദിവസം ദൈവദാസൻ പ്രസംഗിക്കും. വാഗമൺ ദേശമേ, ഞങ്ങളോട് നിങ്ങൾ ചോദിക്കുന്നു, 2000 വർഷമായി പ്രസംഗിക്കുന്നു, യേശു എവിടെ? യേശു എവിടെ? യേശു എവിടെ? ഞങ്ങളുടെ മറുപടി, അവൻ വരും, ഞങ്ങളുടെ പ്രാണപ്രിയൻ വരും, ഞങ്ങളുടെ കർത്താവ് വരും, യേശു മടങ്ങി വരും, ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരും. അവൻ വരാതിരിക്കില്ല. ഞങ്ങളുടെ തലമുറയുടെ പക്ഷേ ഞങ്ങളുടെ കർത്താവ് വരും. കയ്യൊന്ന് അടിച്ച ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചേ. എത്രയോ ഭക്തന്മാർ തങ്ങളുടെ തലമുറയിൽ യേശു വരുമെന്ന് പ്രതീക്ഷിച്ചു. പ്രത്യാശ ഇവിടെ വിട്ടുപോയി. ഞങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ കാലഘട്ടത്തിൽ യേശു വരുമെന്ന. പക്ഷേ ലോകം പറയുന്നത് എന്റെ യേശു. പക്ഷെ ഒരു കാര്യം പറഞ്ഞു നിർത്തട്ടെ, ലോകം എന്തെല്ലാം പദ്ധതി ഇറക്കുന്നു യേശു വരുത്തില്ലെന്ന് വരുത്താൻ. പക്ഷെ യേശു കർത്താവിനെ കാത്തിരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അവിടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, പിശാചിന്റെ പദ്ധതികൾ പരാജയപ്പെടും, എന്റെ ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. കാത്തിരിക്കുന്ന ശുദ്ധിമാന്മാർ യേശുവിനെ കാണാൻ കാലമായി. കാത്തിരുന്ന ശിമോൻ യേശുവിനെ കണ്ടതുപോലെ കാത്തിരിക്കുന്ന ഭക്തർ യേശുവിനെ കാണും. ഞങ്ങളുടെ പ്രതീക്ഷയും മണ്ണാങ്കട്ടയല്ല, കർത്താവിന്റെ വരവാ. 68,000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ പാർത്ത
വ്യക്തിയെയും കോവിഡ് കൊണ്ടുപോയി, മറക്കരുത്. 68,000 സ്ക്വയർ ഫീറ്റ് തന്നെ. നമ്മുടെ ദൈവദാസന് ഞാൻ അന്ന് വന്നപ്പോൾ വീടിൽ നിന്ന് കർത്താവ് നല്ല ഒത്തിരി സ്തോത്രം പറഞ്ഞു. അതെന്തോ ഉണ്ട്, നല്ലൊരു വീട്, എന്നിട്ട് തന്നെ 3,300. അപ്പൊ 68,000 സ്ക്വയർ ഫീറ്റ് ഒന്ന് ചിന്തിച്ച്, എന്താ ദൈവം പൂക്കാൻ എത്ര വരുക? ഈ ഏരിയയിലെ ഏറ്റവും വലിയ വീടും 5,000 സ്ക്വയർ ഫീറ്റിനപ്പുറം ഇല്ല. അതൊരു 10 മുറിയുള്ള വീടാ. അപ്പൊ 68,000 സ്ക്വയർ ഫീറ്റിൽ പാർത്തുവനെയും കോവിഡ് കൊണ്ടുപോയി. നിങ്ങൾക്ക് അടുത്തൊരു സ്ഥലത്ത് 33,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്, 15 ലക്ഷം രൂപ ലൈവ് പൂക്കൾ നിരത്തി ഉദ്ഘാടനത്തിന്, അവനെ കോവിഡ് കൊണ്ടുപോയി. കാണുന്ന താൽക്കാലികമാ, കാണാത്ത നിത്യമാ. കാകളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടുമോ? സ്വർഗത്തിൽ പേരുണ്ടോ? അവിടെ ചിലതുണ്ടോ? ഉറപ്പ് പ്രാപിക്കണം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പേർ വിളിക്കും നേരം എന്റെ പേര് കാണുമോ? ഏത് നിമിഷം ഇവിടുന്ന് പോകുന്നറിയില്ല. 2 കോടിയിൽ പരം ആളുകളെയാണ് കോവിഡ് കൊണ്ടുപോയത്. വളരെ വിദഗ്ധരായ ഡോക്ടേഴ്സ്, നേഴ്സസ്, കോടീശ്വരന്മാർ, സയന്റിസ്റ്റുകൾ. നമ്മൾ ബാക്കിയായി. നമ്മൾ പോയവർ നമ്മളെക്കാൾ മോശക്കാരും നമ്മളവരെക്കാൾ നല്ലതായിട്ടല്ല. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി തീർന്നിട്ടില്ല. എല്ലാ കണ്ണും അടച്ചാട്ട്. ജീവോത്സവത്തിൽ പേരെഴുതിയിട്ടില്ലെങ്കിൽ തീപ്പൊയിൽ തള്ളിക്കളയും. കർത്താവേ, എന്റെ പേര് ജീവോത്സവത്തിൽ എഴുതണം. അങ്ങേ രക്ഷിതാവായി ഞാൻ സ്വീകരിക്കുന്നു. നിന്റെ രക്തത്താൽ എന്നെ കഴുകണം. എന്റെ പേര് ജീവപുസ്തകത്തിൽ കാണണം. പേർ വിളിക്കുന്ന നേരം എനിക്ക് എടുത്തുകൊള്ളപ്പെടണം. എല്ലാവരും കരഞ്ഞ് പ്രാർത്ഥിച്ചാണ്. എനിക്ക് എന്റെ പ്രാണപ്രിയനെ കാണണം. എനിക്ക് എന്റെ യേശുവിനെ കാണണം. എന്നെ അതിനായി സമർപ്പിക്കുന്നു. എന്നെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കൂ. നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങളെ ഒന്നുകൂടെ കഴുകണമേ, ഞങ്ങളെ ഒന്നുകൂടെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വരവിൽ ഞങ്ങൾ കൈവിടപ്പെട്ടു പോകല്ലേ. നിന്റെ വരവിനായി ഞങ്ങൾ ഒരുക്കണമേ. നിന്റെ ജനത്തെ നിന്റെ കരം തൊടുന്നോർത്ത് സ്തോത്രം. നിന്റെ ശക്തി വ്യാപരിക്കുന്നോർത്ത് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ കൈകൾ താഴ്ത്തിയിടാം. രക്ഷിക്കപ്പെട്ടിടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പുത്രപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ നിമജ്ജന സ്നാനം. 2022 വേണ്ടി പ്ലാനും തയ്യാറാക്കിയ 23 തയ്യാറാക്കി പലർക്കും 2022 അവസാനം കണ്ടില്ല. ദൈവം നമ്മുടെ ആയുസ് ദീർഘമാക്കി. ഞാൻ മുമ്പേ ഓർപ്പിച്ചു, യേശു സ്നാനപ്പെട്ട നമ്മളെക്കാൾ ഭാവിയായിട്ടല്ല. കണ്ണടച്ചാട്ട്. രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരവസരം തന്നില്ലെന്ന് വരരുത്. സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം. ഞാൻ ഇന്ന് രാത്രി ഇവിടുന്ന് പോകുകയാണ്. നാളെ ഇവിടെ യോഗമുണ്ട്. ചിലപ്പോൾ കർത്താവ് വരാം. സ്നാനം സത്യമാ. എനിക്ക് യേശുവിനോട് ചേരണം. അവന്റെ കൽപ്പന അനുസരിക്കണം. തടസ്സന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കൈകൾ ഉയർത്തിപ്പിടിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ കൈകൾ നന്നായി ഉയർത്തിപ്പിടിച്ചാട്ട്. ആ പുറയിൽ മുതൽ ആ കൈകൾ നന്നായി ഉയർത്തിപ്പിടിച്ചാട്ട്. കർത്താവ് നിങ്ങൾ കാണുന്നു. മക്കളെ, കാൽവറിൽ നിനക്ക് വേണ്ടി കാര്യം പാണിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കൈവലിച്ചില്ല. നന്നായി യേശുവിനെ സ്വീകരിപ്പാൻ, കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ മനസ്സുള്ള കൈകൾ നന്നായി ഉയർത്തിപ്പിടിക്കൂ. നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗപിതാവേ, നമ്മുടെ കൽപ്പന അനുസരിപ്പാൻ മനസ്സുണ്ടായിട്ട് കഴിയാത്തവർക്കായി പ്രാർത്ഥിക്കും. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങളെ ഒരുക്കണം. നിന്റെ കരവനെ തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ കൈകൾ താഴ്ത്തിയിടാം. ഒരാളെങ്കിലും ഒരാൾ യേശുവിടെ ചേരാൻ തീരുമാനമെടുത്താൽ സ്വർഗ്ഗം സന്തോഷിക്കും. ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് പരിശുദ്ധാത്മാഭിഷേകം ആവശ്യമാണ്. അന്യഭാഷയിൽ ആത്മനിറവിൽ എനിക്ക് ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിച്ചാണ്. എനിക്ക് ആത്മാഭിഷേകം വേണം. അഭിഷേകം പ്രാപിച്ചവർ, കൃപാവരത്തിനായി ആഗ്രഹിക്കുന്നവർ കൈകൾ ഉയർത്തിപ്പിടിച്ചാണ്. ഹല്ലേലൂയ. കർത്താവിനെ സാക്ഷിപ്പാൻ എനിക്ക് കൃപ വേണം. അറിയാവുന്ന ഭാഷയിൽ എനിക്ക് യേശുവിന്റെ സാക്ഷിയാകണം. എനിക്ക് എത്ര നാൾ ഭൂമിയിലുണ്ട് അത്ര കാലം. കൈകൾ ഉയർത്തിപ്പിടിക്കൂ. നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഈ ജനത്തെ ഞാൻ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. നിന്റെ ശക്തി അവിടെ മേൽ വ്യാപരിക്കട്ടെ. നിന്റെ കൃപ അവിടെ മേൽ വ്യാപരിക്കട്ടെ. അവർ വാ തുറക്കുമ്പോൾ അവിടെ വായിൽ നീ വചനം നൽകണമേ. അവർ കൈ നീട്ടുമ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവേ, രോഗികൾക്ക് നീ സൗഖ്യം കൊടുക്കണമേ. പുത്തൻ അഭിഷേകത്താൽ നിറയ്ക്കണം. ഇപ്പോൾ ഈ ഗായക സംഘം പാടുമ്പോൾ തന്നെ ഈ രാത്രി ചില അഭിഷേകം പ്രാപിക്കട്ടെ. ഒട്ട വ്യാപാരമൊക്കെ വിട്ടുമാറട്ടെ. നിന്റെ കരവരെ തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ